وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه برضوان الله أما بعد. فقد قال سيدنا رسول الله صلى الله عليه وسلم: الكيس من دان نفسه وعمل لما بعد الموت. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد. يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. വേദിയിലും സദസ്സിലുമായിട്ടുള്ള ഉസ്താദുമാർ, കമ്മിറ്റി ഭാരവാഹികൾ, ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിൻ മോമിനാത്തുകൾ, നമ്മുടെ ഒരുമിച്ച് കൂടൽ അള്ളാഹു പൊരുത്തപ്പെടുന്ന ഒരു അമലായി സ്വീകരിക്കുമാറാവട്ടെ. ഇൽമ പറയുന്ന മജ്ലിസിൽ, ഇൽമിൻ്റെ അഹ്ലുകാർ ഒരുമിച്ച് കൂടുന്ന മജ്ലിസിൽ ദുആഇന് ഉത്തരം ഉണ്ട് എന്ന് കിതാബുകൾ നമ്മോട് പറയുന്നുണ്ട്. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ആഖിബത്ത് നന്നാക്കി തരുമാറാവട്ടെ. ദുആഇന് ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളിൽ പ്രധാനമായും നമ്മുടെ ദുആഇന് അള്ളാഹിനോട് വാങ്ങേണ്ടത് 3 കാര്യങ്ങളാണ്. ഒന്ന്, നല്ല മരണം. 2, ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളിൽ നിന്നുള്ള മഗ്ഫിറത്തും മിനല്ലാഹ്. 3, വരിദ്വാനും മിനല്ലാഹ്, അള്ളാഹുവിൻ്റെ പൊരുത്തം. ഇത് 3ഉം നമുക്ക് അള്ളാഹു നൽകുമാറാവട്ടെ. വിശദമായ ഒരു വിഷയാവതരണത്തിന് ഞാൻ മുതിരുന്നില്ല. നമ്മുടെ നാട്ടിലൊക്കെ വയല് തീർന്ന് വീട്ടിലേക്ക് പോകുന്ന സമയമാണ് ഇവിടെ വയല് തുടങ്ങുന്നത്. അതുകൊണ്ട് എന്നെ ദീർഘിപ്പിക്കുന്നില്ല. ഉദ്ഘാടന സംസാരത്തിൽ തന്നെ അൽഹംദുലില്ലാഹ് ഉസ്താദ് നമുക്ക് റമളാൻ റിലേറ്റഡായ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നാം തറവാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ്. അഥവാ നമ്മുടെ എല്ലാവരുടെയും പിതാവായ അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാം അവർ ഉണ്ടായിരുന്ന സ്വർഗത്തിലേക്ക് മടങ്ങണം എന്ന് താല്പര്യപ്പെടുന്നവരാണ് നമ്മളെല്ലാം. ഒരു കാലത്ത് നമ്മളെല്ലാം അള്ളാഹുവിലേക്ക് മടങ്ങും. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. ഇതാണ് ഖുർആനിലെ അവസാനം ഇറങ്ങിയ ആയത്ത്. അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ഒരു ദിവസം നമുക്കൊക്കെ വരാനുണ്ട്. അതുകൊണ്ടാണ് ആരെങ്കിലും അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ നമ്മൾ പറയുന്നതും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നിങ്ങൾ പോയ പോലെ നമ്മളും അള്ളാഹുവിന് ഉള്ളവരാണ്, നമ്മളും അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇനി ഒരാൾ മരണപ്പെട്ട് ഖബറിലെത്തിയാൽ ആ പള്ളി മൈതാനിയുടെ അടുത്തൂടെ പോകുമ്പോൾ ചൊല്ലുന്ന സലാമിലും അതുണ്ട്. അസ്സലാമു അലൈക്കും ദാറ ഖൗമിയൽ മുഅ്മിനീൻ വ ഇന്ന, നമ്മളും ഇൻഷാ അല്ലാഹ് ബിക്കും ലാഹിഖൂൻ, നിങ്ങളെപ്പോലെ മരിക്കേണ്ടവരാണ്. ഒരുപക്ഷെ അള്ളാഹ് ഉദ്ദേശിച്ചാൽ ഈ പള്ളിക്കാട്ടിൽ എന്നെ ചിലപ്പം ഖബർ കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് ആ ഇൻഷാ അല്ലാഹ്ന്റെ ഒരു താല്പര്യം. വ ഇന്ന ഇൻഷാ അല്ലാഹ് ബിക്കും ലാഹിഖൂൻ, ഈ പള്ളിക്കാട്ടിൽ എന്നെ ചിലപ്പം നമ്മളാവാൻ സാധ്യതയുണ്ട്. അത് ഏത് പള്ളിക്കാട്ടിലും ആവാലോ, ഏത് പള്ളിക്കാട്ടിലും ആവാം. അതുകൊണ്ടാണ് ഏത് പള്ളിക്കാട് കണ്ടാലും അത് ചൊല്ലൽ സുന്നത്തായത്.
പക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെ പറയാറുണ്ടെങ്കിലും അള്ളാഹിലേക്ക് പോകേണ്ടവരാണ്, അള്ളാഹുലേക്ക് മടങ്ങേണ്ടവരാണ്, അള്ളാഹുലേക്ക് എത്തിച്ചേരേണ്ടവരാണ്. ഇതൊക്കെ വെറും വർത്താനായി പോകുന്നുണ്ടോന്നൊരു തോന്നല്. അതുകൊണ്ടാണ് മഹാന്മാര് പറയണത്, ചിലര് ബൈക്ക് ഓടിക്കുന്ന കണ്ടാൽ, ബുഗാട്ടി ഓടിക്കുന്ന കണ്ടാൽ, തുറന്നിട്ട ജീപ്പ് ഓടിക്കുന്ന കണ്ടാൽ തോന്നും മരിക്കൂല. പക്ഷെ ഓന് ഇന്നലെ പറഞ്ഞത് ഇന്നാലില്ലാഹി വ ഇന്നാലി, ഞാൻ വരുന്നുണ്ട് എന്നാ പറഞ്ഞത്. ശിവന്റെ വണ്ടി ഓടിക്കുന്നതാണെങ്കിലും എൻഗേജ്മെന്റിന്റെ കൂത്താടൊക്കെ കാണുമ്പോൾ തോന്നുന്നു മരിക്കുന്നില്ല. അതൊരു പ്രശ്നമാണ്. വാക്കൊന്ന് വേറെ, പ്രവർത്തനമൊന്ന് വേറെ, അതൊരു പ്രശ്നം. അത് ഒരു പ്രശ്നമല്ല, വലിയ പ്രശ്നം. നമ്മളൊക്കെ അള്ളാഹുവിലേക്ക് യാത്ര ചെയ്യുന്നവരാണ്. നമ്മുടെ ഇപ്പോഴത്തെ പ്രായം 30 40 50 ഇതേ പ്രായം ഇനിയും ജീവിക്കുമോ എന്ന് ആലോചിച്ച് നോക്കിയേ. പോട്ടെ, നിലവിലുള്ള പ്രായത്തിന്റെ പകുതി നമ്മൾ ജീവിക്കുമോ? അറിയോ? നമുക്ക് അറിയില്ല. നമ്മളെല്ലാം വ ഇലൈഹി തുർജഊൻ, അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ്. അള്ളാഹുവിലേക്ക് നമ്മളൊക്കെ മടങ്ങുന്ന ഒരു ദിവസം വരാനുണ്ട്. അതാണ് അള്ളാഹു നമ്മളോട് പറയണത്, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. നിങ്ങൾ എന്നിലേക്ക് വരുന്ന ആ ഡേ അത് മാത്രം ഓർമ്മിച്ചാൽ മതി, നന്നാവാൻ വേറൊന്നും വേണ്ട. അങ്ങനെ വരുമ്പോൾ സ്വത്തുണ്ട്, തറവാടിത്തമുണ്ട്, മഹല്ലിൽ നമ്മുടെ കുടുംബമാണ് കാലങ്ങളായി ഭാരവാഹികളാവുന്നത് എന്ന ഡയലോഗും കൊണ്ടൊന്നും ഇങ്ങോട്ട് വരണ്ട. യൗമലാ തൻഫഉ മാലും വലാ ബനൂൻ. അങ്ങനെ അക്കൗണ്ട് ബാലൻസിന്റെ കഥയോ തറവാടിത്തത്തിന്റെ മേന്മയോ ഒന്നും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. എനിക്ക് വെറുപ്പുള്ള ഏതെങ്കിലും ഒരു കാര്യം നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ പിന്നെ നിന്റെ കാര്യം പോക്ക. അത്രേ ആ ആയത്തിന്റെ അർത്ഥം വെക്കേണ്ടുള്ളൂ. എന്തൊരു മനോഹരമായ അർത്ഥമാണത്. ഇബ്നു റജബുൽ ഹംബലി തന്റെ റിസാലയിൽ ഉദ്ധരിക്കുന്നുണ്ട് ഈ അർത്ഥം. അള്ളാഹ്ക്ക് വെറുപ്പുള്ള ഏതെങ്കിലും ഒരു കാര്യത്തോട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, കള്ളത്തൊരീക്കത്തിനോട്, ബിദ്അത്തിനോട്, ഹറാമായ തെറ്റായ അന്യപെണ്ണ് ബന്ധത്തോട്, ഏതെങ്കിലും ഒരു അള്ളാഹ്ക്ക് വെറുപ്പുള്ള ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, യൗമലാ തൻഫഉ മാലുൻ വലാ ബനൂൻ, ഇനി നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, നിന്റെ അല്ലാഹ ബിഖൽബിൻ സലീം. അത് വേണം. അപ്പൊ പറഞ്ഞു വന്നത്, അള്ളാഹുവിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യത്തോടും ഇഷ്ടമുണ്ടാവാൻ പാടില്ല. ഇത് അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടോ? ഇത് അള്ളാഹ്ക്ക് വെറുപ്പാണോ? ഇത് അള്ളാഹ്ക്ക് ഇഷ്ടക്കുറവുണ്ടോ? ഇതൊന്നും പൊന്മോൾ ഉസ്താദിനോടും കോട്ടൂർ ഉസ്താദിനോടും ചെറുശോൽ ഉസ്താദിനോടും ചോദിക്കാൻ നിൽക്കൊന്നും വേണ്ട. വസ്തഫ്തി നഫ്സിക, നീ നിന്നോട് തന്നെ ചോദിച്ചാൽ മതി അതിന്റെ ഉത്തരം. എല്ലാം എന്തിനിപ്പോ മുഷാവറക്ക് കത്ത് കൊടുക്കാൻ നിൽക്കുന്നത്? വസ്തഫ്തി നഫ്സിക, നീ നിന്നോട് തന്നെ ചോദിച്ചാൽ മതി, ഇത് അള്ളാഹ്ക്ക് ഇഷ്ടാവോ ഇല്ലയോ? ഉറപ്പല്ലേ? അപ്പൊ വഴിയിലൂടെ പോകുമ്പോൾ മറ്റുള്ളവർക്ക് മാളിൽ നിന്നോ പള്ളിയിൽ നിന്നോ ഷോപ്പിൽ നിന്നോ തിരിച്ചു വരുമ്പോൾ വണ്ടി യഥേഷ്ട എടുക്കാൻ പറ്റുന്ന രീതിയിലാണോ ഞാൻ വണ്ടി പാർക്ക് ചെയ്തത് അല്ലയോ എന്ന് വേറെ ആരോടും ചോദിക്കണോ? നമുക്ക് തന്നെ അറിയില്ലേ. അപ്പൊ വേറൊരാളെ ബുദ്ധിമുട്ടിക്കൽ അള്ളാഹ്ക്ക് ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. അപ്പൊ നമ്മൾ അങ്ങനെ വണ്ടി പാർക്ക് ചെയ്യരുത്. അപ്പൊ നിസ്കരിക്കുന്നവർക്കോ വഴിയിലൂടെ നടന്നു പോകുന്നവർക്കോ ചെവിക്ക് അസ്വസ്ഥത ഉണ്ടാവുന്ന രീതിയിൽ ഹോൺ അടിക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇനി വല്ല ഫതാവയിലും വരുത്തണോ? വേണ്ടല്ലോ. എന്തിനാ വരുന്നത്? അപ്പൊ അപ്പുറത്തെ വീട്ടിലേക്ക് നമ്മുടെ വീട്ടിലെ ഷവായിയുടെ സ്മെല്ലെത്തിയിട്ട് 2 മാസം പൂർത്തിയാവുന്ന ഗർഭിണിക്ക് പൂതി വരികയും ആ പൂതി പൂർത്തിയാക്കി കൊടുക്കാൻ ദാരിദ്ര്യത്തിന്റെ തീച്ചൂളയിൽ ജീവിതം നയിക്കുന്ന ഭർത്താവിന് കഴിവില്ലാതെ വരികയും ചെയ്താൽ നമ്മൾ നല്ല മൂമിനല്ലാന്ന് ഉറപ്പല്ലേ?
അപ്പൊ 8ാം നിലയിൽ താമസിക്കുന്ന ഒരു മനുഷ്യൻ കുട്ടികൾക്ക് ടോയ്സ് ഒക്കെ വാങ്ങിക്കൊടുത്തത് നല്ല തന്നെ. ആ ടോയ്സ് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രാത്രി ഇങ്ങനെ സൈക്കിൾ എടുത്ത് കളിക്കുമ്പോൾ 7ാം നിലയിൽ താമസിക്കുന്ന ഉപ്പാപ്പക്കും ഉമ്മാമക്കും ഉറക്കിന് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല മൂമിനല്ല. അതിപ്പോ ഗൂഗിളിനോടോ AI-നോടോ ജമിനി ചേച്ചിനോടോ ചോദിക്കണോ? വസ്തഫ്തിലി നഫ്സിക, നീ നിന്നോടെന്നെ ചോദിച്ചാ മതി. ചോദിച്ച അതാണ് വഇലൈഹി തുർജഊൻ. അല്ലാഹുവിലേക്ക് പോകേണ്ടവരാണ് നമ്മളെല്ലാം. അവിടെ നമ്മളെക്കുറിച്ച് പരാതി പറയുന്ന ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടാവരുത്. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കണ്ണീരിൽ നമ്മുടെ പേരുണ്ടെങ്കിൽ ഏത് ഖാളിയല്ല, മുദരിസല്ല, ഏത് സംഘടനാ നേതാവല്ല, ആയാലും യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അള്ളാന്റെ അടുത്ത് രക്ഷപ്പെടും. അപ്പൊ നമ്മളെല്ലാം അള്ളാഹുവിലേക്കുള്ള സഞ്ചാരത്തിലാണ്. ചിലര് സഞ്ചാരത്തിന്റെ 3/4 ഭാഗം പിന്നിട്ടിട്ടുണ്ടാവും. ചിലർക്ക് ഇനി 1 കൊല്ലം കൂടിയേ സഞ്ചാരം ഉണ്ടാവുള്ളൂ. വബല്ലിഗ്നാ റമളാൻ എന്ന് ദുആ ചെയ്ത എല്ലാവരും റമളാൻ എത്തിച്ചവരല്ല, റമളാൻ പൂർത്തിയാക്കിയവരല്ല, റമളാനിനെ അനുകൂലമായി സാക്ഷി നിർത്തിയവർ അല്ല. എല്ലാവർക്കും ദീർഘായുസ് കിട്ടിക്കൊള്ളുന്നില്ല. ചിലരുടെ യാത്ര പകുതി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമ്മളോട് ചോദിക്കുക, അല്ലാഹുവിലേക്ക് ഇലൈഹി തുർജഊൻ, ആ യാത്ര, ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ആരംഭിച്ച യാത്ര ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? ഇനി മാപ്പിൽ എത്രയാണ് കാലം കാണിക്കുന്നത് എന്ന് നമുക്കറിയില്ല. വഇലൈഹി തുർജഊൻ. അപ്പൊ ഇവിടുന്ന് നമ്മൾ പണിയെടുക്കണം, ഒരു നിമിഷവും കളയാതെ അധ്വാനിക്കണം. അൽയൗമ അമലുൻ, ഇന്ന് പണിയെടുക്കേണ്ട കാലമാണ്. ഗദൻ ജസാഉൻ, നാളെയാണ് പ്രതിഫലത്തിന്റെ കാലം. പ്രതിഫലത്തിന്റെ ലോകമാണ് നാളെ, അഥവാ പരലോകം. അന്ന് നമുക്ക് അധ്വാനിക്കാൻ കഴിയില്ല, അന്ന് നമുക്ക് മെനക്കെടാൻ കഴിയില്ല, അന്ന് ഒന്നും ചെയ്യാൻ നമുക്ക് കഴിയില്ല. ഇന്നാണ് പണിയെടുക്കേണ്ടത്. ചക്രശ്വാസം വലിച്ചു കഴിഞ്ഞാൽ, അഥവാ ഒരാൾ മരണത്തിനെ മുന്നിൽ കണ്ടാൽ, മരണത്തെ മുന്നിൽ കണ്ടാൽ പിന്നെ അയാൾ എന്ത് അമല് ചെയ്തിട്ട് എന്താ കാര്യം? ഓരോരുത്തരും മരിക്കുമ്പോഴും അവരവർക്ക് സ്വർഗമാണോ സീറ്റ്, നരകമാണോ സീറ്റ് എന്ന് അള്ളാഹു കാണിച്ചു കൊടുക്കും. ഓരോരുത്തരും മരണപ്പെടുമ്പോഴും ഞാൻ സ്വർഗസ്ഥനാണോ അല്ല നരകാവകാശിയാണോ എന്ന് ഓരോരുത്തർക്കും മനസ്സിലാവും. മരിക്കുന്ന സമയത്ത് എല്ലാവർക്കും മനസ്സിലാവും ഞാൻ സ്വർഗസ്ഥനാണോ അല്ല നരകാവകാശിയാണോ. അന്ന് എന്തെങ്കിലും ചെയ്യാൻ ഒരാൾക്ക് കഴിയോ? ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, കുറച്ചും കൂടി സമയം എനിക്ക് കിട്ടുമോ റബ്ബേ? ആരാ ചോദിക്കുന്നേ? എല്ലാ രാത്രിയും ഇൻസ്റ്റയിലും യൂട്യൂബിലും കാലം തീർത്ത് 1:35 വരെയും ലാസ്റ്റ് സീൻ 2:36 വരെ ഒക്കെ ഉറക്കൊഴിഞ്ഞ് കാലം തീർത്ത ചെറുക്കനാ പറയണത് ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, കുറച്ച് സമയം തരുമോ? കിട്ടുമോ? ഇല്ല. ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. അല്ലാഹ് ആ നിശ്ചയിച്ച കണക്കിലെ ആ പോയിന്റിൽ വെച്ച് മരണപ്പെടും. ഹോസ്പിറ്റലിൽ ഒരാൾക്ക് വെന്റിലേറ്ററിന്റെ സഹായം, അയാൾ ശ്വാസം കിട്ടാതെ കഷ്ടപ്പെട്ട് മരിക്കുകയാണ്. അതേ ഹോസ്പിറ്റലില് വേറൊരാള് മുട്ടുവേദനയായിട്ട് അവിടെ കിടക്കണത്. ഇയാൾ അപ്പുറം നോക്കിയിട്ട് എന്ത് ശ്വാസം കിട്ടും, ഓക്സിജൻ ഇഷ്ടം പോലെ ഇടുന്നുണ്ടല്ലോ, ഞാൻ വലിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ആയുസെത്തിയാൽ ആയുസെത്തി, വേറെ വർത്താനൊന്നുമില്ല. അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട. തൊട്ട് മുന്നേ വരെ ഭാര്യയായിട്ട് ഫോൺ വിളിച്ച് സംസാരിച്ചു, അതുകൊണ്ടെന്താ ഇപ്പൊ മരിച്ചുകൂടാന്നുണ്ടോ? അങ്ങനെയൊന്നും കണക്കൊന്നുമില്ല. ലോകത്തെ മുഴുവൻ പള്ളിക്കാടും നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കിയേ, കൂടുതൽ പ്രായമെത്താതെ മരിച്ചവരുടെ ഖബറായിരിക്കും ഏറ്റവും കൂടുതൽ ഖബർ ഉണ്ടാവുക. നമുക്ക് തോന്നുകയാണ് 82-ാം വയസ്സിൽ ഒരാൾ മരിച്ചാൽ ഇതേപോലെ ഞാനും ദീർഘായുസോടെ ജീവിക്കുന്നു നമുക്ക് തോന്നുകയാണ്.
അങ്ങനെ ഓരോരുത്തരും മരിക്കുമ്പോൾ അവരവരുടെ കൺമുന്നിൽ കാണും, ഞാൻ ഫരീഖും ഫിൽ ജന്ന, സ്വർഗസ്ഥനാണോ അല്ല വ ഫരീഖും ഫിസ് സഗീർ, നരകക്കാരനാണോ എന്ന് മനസ്സിലാവും. അന്ന് നിലവിളിച്ചിട്ട് കാര്യമുണ്ടോ? അന്ന് സത്യം ബോധ്യപ്പെടും. ആ നിമിഷത്തെക്കുറിച്ച് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ മനസ്സിലായിരുന്നു മരിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പ് ആർക്ക്? ഈ ലോകത്ത് ഏറ്റവും വലിയ ശത്രുവായി ജീവിച്ച് അഹങ്കാരത്തിന്റെ, അഹന്തയുടെ എല്ലാ ഭാവങ്ങളും കാണിച്ച ഫറോവ, മൂസ നബി അലൈഹി ഇസ്ലാമിനെ ധിക്കരിച്ച, ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയ ഫിർഔന് ഏറ്റവും ലാസ്റ്റ് മൊമെന്റിൽ മുങ്ങി മരിക്കുന്നതിൻ്റെ തൊട്ടു മുന്നേ മനസ്സിലായി സത്യമേത് എന്ന് മനസ്സിലായി, ഞാൻ തോറ്റുപോയി എന്ന് മനസ്സിലായി. അന്ന് ഫിറൗൻ വിളിച്ചു പറയാൻ ശ്രമിച്ചില്ലേ, ആമന്തു ബിറബ്ബി മൂസ, ഞാൻ വിശ്വസിക്കുന്നു. അതിനെ കൊണ്ട് വല്ല ഉപകാരം ഉണ്ടായിരുന്നോ? ഇല്ല ഇല്ല. ആ മൊമെന്റ് വരുന്നതിനെ മോനെ നീ ഒന്ന് സൂക്ഷിക്കണേ. അന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല. നീ ചെയ്ത തെറ്റ് മുഴുവനും യറഹു, കാണുമെന്ന് പറഞ്ഞാൽ കാണും. നമ്മൾ ചെയ്ത നന്മ കാണുമെന്ന് ആയത്തിലുണ്ട്, ഇല്ലാന്നല്ല പറയണത്. നമ്മൾ ഓതുന്ന ആയത്തിന്റെ തൊട്ടു മുമ്പ് ആ ആയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ നന്മ സ്വീകരിക്കാൻ എന്തെല്ലാം കണ്ടീഷനുണ്ട്? നിയ്യത്ത് വേണം, ഇഖ്ലാസ് വേണം, ചിലതിന് ഔറത്ത് മറക്കണം, മറ്റു ചിലത് ഖിബലക്ക് മുന്നിടണം, സമയമായെന്നറിയണം. ഇതിൻ്റെ എല്ലാം പുറമെ എത്ര ഉള്ളിൻ്റെ ഉള്ളിൽ ബാത്വിനായ കാര്യങ്ങളുണ്ടാകും. മലക്കൾ ലെൻസിട്ട് നോക്കൂലേ? ഇന്ന് ഗീബത്ത് പറയാത്ത ദിവസമാണോ എങ്കിൽ സ്വീകരിക്കാം. കുടുംബബന്ധം മുറിച്ച ആളാണോ എന്ന് സ്വീകരിക്കേണ്ടതില്ല. എത്ര കണ്ടീഷൻസ് ആൻഡ് റെഗുലേഷൻസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതേ സമയത്ത് ഒരാൾ ഒരു അന്യ പെണ്ണിനെ നോക്കാൻ നിയത്ത് വേണോ? ഇഖ്ലാസ് വേണോ? കള്ളു കുടിക്കാൻ വല്ല നിയത്ത് വേണോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹറാമ് വീഡിയോ കാണാൻ വല്ല നിയത്ത് വേണോ? ജീവിതത്തിൽ നമ്മൾ ചെയ്ത മുഴുവൻ തെറ്റും സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് ടിക്കറ്റ് കൺഫേമാണ്, ഉറപ്പാണ്. നമ്മൾ ചെയ്ത ഒരു സുന്നത്ത് വരെ സ്വീകരിച്ചു എന്ന് നമുക്കറിയില്ല. എന്നിട്ടും നമുക്ക് ഈ ഇൻസ്റ്റഗ്രാമിലും പ്രൈവറ്റ് ഗ്രൂപ്പാക്കിയിട്ടും അല്ലെങ്കിൽ യൂട്യൂബിലെ റീൽസുകളിലും കാലം തീർക്കാനുള്ളതാണോ നമ്മുടെ സമയം? ആണോ? 27-ാം രാവിന് ഒരു വിത്തർ 11 നിസ്കരിച്ചാലോ എന്ന് ഖത്തീബ് ഉസ്താദ് പറയാൻ മെനക്കെടുന്ന മെനക്കേടുകൾ കണ്ടിനോ? തറാവി കഴിഞ്ഞിട്ട് ഒന്ന് തിരിഞ്ഞിട്ട് പിന്നെ ഇന്ന് 27-ാം രാവാണ്, ലൈലത്തുൽ ഖദർ ഏറെ പ്രതീക്ഷിക്കുന്ന രാത്രിയാണ്. നിങ്ങളൊക്കെ സമ്മതം ഉണ്ടാവുമ്പോഴാണ് വിത്തർ നമുക്ക് 11 നിസ്കരിക്കാൻ റാഹത്ത് ഉണ്ടാവുക. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ കണ്ട് എന്തൊരു അധ്വാനം എന്നറിയാം. നമ്മളൊന്ന് ബോധ്യപ്പെടുത്താൻ എന്തൊരു അധ്വാനം എന്നറിയോ? വഫാത്ത് വരെ വിത്തർ 11 നിസ്കരിച്ച താജുൽ ഉലമയുടെ അനുയായികളെ ബോധ്യപ്പെടുത്താൻ ആ അധ്വാനം വേണോ? ശരിക്കും പറഞ്ഞാല് വേണോ? നമുക്ക് ഒരു റമദാനിൽ 27 ഖത്മോദി തീർത്ത ഖുറത്തു സാദാത്ത് കൂറത്തങ്ങളുടെ നാട്ടുകാർക്ക് ആ മെനക്കേട് വേണോ? ശരിക്കും പറഞ്ഞാല് വേണോ? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് പോണ്ടേന്നാണ് അല്ലാഹ് എന്നെ വിളിക്കണത്. നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുന്നില്ലേ? എന്തപ്പോ കളിക്കണത്? ഭയങ്കര ചോദ്യല്ലേ അത്? യെസ്. ഈ മനുഷ്യൻ ഖബറിലെത്തിയാൽ ഖബറിലേക്ക് സ്വർഗം ഇങ്ങോട്ട് വരികയോ ഖബർ അങ്ങോട്ടേക്ക് സ്വർഗത്തിലേക്ക് പോകുകയൊന്നും ചെയ്യില്ല. നരകം വരുവോ? ഇല്ല. പിന്നെന്തേ? ഇയാള് നരകക്കാരനാണെന്ന് മരിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് തന്നെ അനുഭവിച്ചല്ലോ, മനസ്സിലായല്ലോ. യെസ്, അന്ന് മുതൽ തുടങ്ങും ടെൻഷൻ. ആ ഖബറിൽ നരകം ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അല്ലാണ്ട് നരകം ഇങ്ങോട്ടേക്ക് വരുന്നതല്ല, നരകം കാണിച്ചു കൊടുക്കും. അയാൾ കടക്കുന്ന 10,000-കണക്കിന് കൊല്ലക്കാലം അയാളുടെ മനസ്സിൽ ടെൻഷനാ, എപ്പോഴും ടെൻഷൻ. ശിക്ഷനേക്കാൾ വലിയ ശിക്ഷയാണ് ശിക്ഷ വരുമല്ലോ എന്നോർത്തിട്ടുള്ള ടെൻഷൻ. മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല. ഇതൊക്കെ അല്ലാഹ് നമുക്ക് പറഞ്ഞിരുന്നുണ്ടല്ലോ. എന്നിട്ടും നമ്മൾ നന്നായില്ലെങ്കിൽ പ്രശ്നം നമ്മുടെ തന്നെയല്ലേ? അല്ലേ? അതെ മോനെ, നീ എന്നിലേക്ക് യാത്ര ചെയ്യുമ്പോ നിന്റെ മുന്നിൽ ആരൊക്കെ ഉണ്ടാവുന്നറിയോ? അതും റബ്ബ് പറഞ്ഞിരുന്നുണ്ട്. ആരൊക്കെ ഉണ്ടാകും? നമ്മൾ അല്ലാഹുവിലേക്കുള്ള യാത്രയിലാണ്. യാത്ര പകുതി പിന്നിട്ടവർ, 3/4 ഭാഗം പിന്നിട്ടവർ,
ഇപ്പോൾ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന മരണത്തോട് അടുത്തവർ എല്ലാം ഉണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ഇസ്തഇദ്ദു ലിൽ മൗതി ഖബ്ല നുസൂലിൽ മൗത്ത്. ആ യാത്ര അവസാനിക്കുന്നതിന് മുമ്പ് കയ്യിൽ ഹാൻഡ് ബാഗിലും ലഗേജിലും പരമാവധി സാധനം നിറച്ചു വെക്കണം. അത് ഗൾഫിലേക്ക് പോകുമ്പോഴുള്ള അച്ചാറോ തിരിച്ചു വരുമ്പോഴുള്ള അണ്ടിപ്പരിപ്പിലോ കാണിക്കുന്ന ജാഗ്രത പോരാ. പിന്നെ പരമാവധി ബാധ്യ. അതുകൊണ്ട് റമദാനിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പകലിൽ ഒരു ഖത്മ് ഓതി തീർക്കും. തീർന്നോ? ഇല്ല. തറാവിഹി 20 നിസ്കരിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരുന്നിട്ട് ഒരു 10 ജുസ് എക്സ്ട്രാ വേറെ ഓതും. ഓരോ തറാവിഹിന്റെയും ശേഷം ഓരോ ദിവസം ഓതുന്ന ഈ ജുസുകൾ കണക്കൂട്ടുമ്പോൾ 3 ദിവസം കൊണ്ട് തറാവീഹ് സ്പെഷ്യൽ ഒരു ഖത്മ് വേറെ തീരുന്നുണ്ട്. തറാവീഹിലെ ഓത്തല്ല, തറാവീഹ് കഴിഞ്ഞിട്ടുള്ള ഓത്ത്. എങ്ങനെങ്കിലും തീരട്ടെ തറാവീഹ് എന്നല്ല അവര് വിചാരിക്കണത്. ഏറ്റവും സ്പീഡായിട്ട് നിസ്കരിക്കുന്ന ഇമാം ആരാണോ അവരെ ഇഷ്ടപ്പെടാനല്ല അവർ ആഗ്രഹിക്കണത്. കാരണം ഒരു തസ്ബീഹിന് റമദാനിൽ അദ്ദുറുൽ മൻസൂർ വായിച്ചു നോക്കൂ. ഒരു തസ്ബീഹിന് റമദാനിൽ 1000 തസ്ബീഹിന്റെ കൂലി. 1000 തസ്ബീഹിന്റെ കൂലി. അപ്പൊ സുജൂദിൽ 3 തസ്ബീഹ് എല്ലിയാൽ 3000 തസ്ബീഹിന്റെ പ്രതിഫല. ഇത് പഠിച്ച ഒരു മനുഷ്യൻ റമദാനിൽ ഏറ്റവും വേഗത്തിൽ തറാവീഹ് തീരുന്ന ഉസ്താദിനെ ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ തറാവീഹ് നിസ്കരിക്കോ? ഇല്ലല്ലോ. നിസ്കരിക്കോ? ഇല്ല. അയാള് വിചാരിക്കൽ എന്താ, കുറച്ച് എക്സ്ട്രാ തസ്ബീഹ് ചൊല്ലിയിട്ട് ഇത് ചിലപ്പോ ജീവിതത്തിലെ ലാസ്റ്റ് റമദാൻ ആണെങ്കിലോ എന്നല്ലേ അയാൾ ആശങ്കപ്പെടുക. അല്ലെങ്കിലും തിരിച്ചാലോചിച്ച് നോക്കിയേ, അള്ള തന്ന തല അള്ളാന്റെ മുമ്പിൽ വെക്കാന് 3 സെക്കൻഡ് പോലും നമുക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞാല് അത്രക്കു തിരക്കായി പോയി. നമുക്ക് അള്ള തന്ന തല അള്ളാന്റെ മുമ്പില് 3 സെക്കൻഡ് വെക്കാൻ, സുജൂദിൽ വെക്കാൻ സമയമില്ല. 3 തസ്ബീഹ് എല്ലാം സമയമില്ല. എല്ലാം മോനി ഇത് എന്ത് തിരക്കാടോ? ഈ തിരക്കിനെ കുറിച്ചല്ലേ അള്ള പറഞ്ഞത്, ഹത്താ സുർത്തുൽ മഖാബിർ ഹത്താ ഖബർതും. നീ ഖബറിലെത്തുന്നവരെ ഈ തിരക്കുണ്ടാവും. എന്ത് തിരക്കാടോ, എന്ത് തിരക്ക്! നിസ്കാരം കഴിഞ്ഞ ഉടനെ ഫോൺ എടുക്കാൻ. അതെന്താ? നിസ്കാരം സ്വീകരിച്ചിനോന്ന് മലക്കളയച്ച OTP നോക്കാന്. എല്ലാം മോനി ഈ തിരക്ക് എവിടെ വരെ ഉണ്ടാല്? കാഫമ്പുടക്ക് കീശില്ലടോ, ഫോണൊന്നും കൊണ്ടുപോകാൻ കഴിയില്ലടോ. നമുക്കൊന്ന് മാറണം. വഇലൈഹി തുർജഊൻ. അല്ലാഹുവിലേക്ക് യാത്ര ചെയ്യേണ്ടത് എപ്പോഴും ഓർമ്മിക്കണം. ആ യാത്രക്കിടയിൽ നമ്മളെ തടസ്സപ്പെടുത്തുന്ന കുറച്ച് ആൾക്കാരുണ്ട്. വഴി തെറ്റിയാൽ യൂടേണിനും സംവിധാനങ്ങളുണ്ട്. വഴി തെറ്റിപ്പോയി എന്നതുകൊണ്ട് മാപ്പ് നമ്മളെ ചതിച്ചു എന്നൊന്നും പറയരുത്. അള്ളാഹുലേക്കുള്ള യാത്രയിൽ എവിടെയെങ്കിലും അബദ്ധം വന്നാൽ ആ അബദ്ധങ്ങൾ പുറത്തു കിട്ടാനുള്ള ഒരു മാസമാണ് ഷഹ്റു റമദാൻ. റമദാൻ മാസം. റമദാനിൽ ഒരാൾ ദോഷം പൊറുപ്പിച്ചിട്ടില്ലെങ്കിൽ ഫമത, പിന്നെ എപ്പോൾ? അതൊരു വല്ലാത്ത ചോദ്യമാണ്. പിന്നെ എപ്പോൾ? റമദാനിൽ ദോഷങ്ങൾ പൊറുപ്പിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോൾ? റമദാൻ വന്നിട്ട് ദോഷം പൊറുപ്പിക്കാത്തവനാണെങ്കിൽ അവനെ അള്ളാഹു സ്വർഗത്തിൽ നിന്ന് അകറ്റട്ടെ എന്ന ദുആ നടത്തിയത് ലക്ഷക്കണക്കിന് അമ്പിയാക്കൾക്ക് വഹി എത്തിച്ചു കൊടുത്ത മഹാനായ റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാമാണ്. എല്ലാ സന്ദേശങ്ങളുടെയും വാഹകനായ ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ലോക നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളാണ് ആമീൻ പറഞ്ഞത്. എന്താ ആമീൻ? എന്താണ് ദുആ? റമദാനിന്റെ ദിവസങ്ങൾ കിട്ടിയിട്ട് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാതെ ദോഷം പൊറുപ്പിക്കാത്തവൻ, അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടാത്തവൻ നരകത്തിലെത്തട്ടെ എന്ന് ഒരു റിപ്പോർട്ടിൽ അങ്ങനെ തന്നെ കാണാം. അള്ളാഹിന്റെ റഹ്മത്തിൽ നിന്ന് അവയാൾ അകറ്റട്ടെ. അതിലെങ്ങാൻ നമ്മൾ പെട്ടുപോയാൽ നമ്മൾ തീർന്നുപോയി. റമദാൻ ഒരാൾക്ക് എതിര് സാക്ഷി നിന്നാൽ പിന്നെ ആരും റെക്കമെൻഡ് ചെയ്യാനും കെയർ ഓഫിനും അല്ലെങ്കിൽ നമ്മളെ രക്ഷപ്പെടുത്താനൊന്നും വരില്ല. അല്ലാഹുവിലേക്കുള്ള യാത്രയിലാണ് നമ്മളെല്ലാവരും എന്ന ബോധ്യം നമുക്കുണ്ടാവണം. ആ യാത്രയിൽ നമ്മുടെ കൂടെ ഉള്ളവർ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ സഹായിക്കാനും രക്ഷപ്പെടുത്താനും കഴിവുള്ളവരാണോ
അല്ല, നമ്മുടെ കൂടെ ഉള്ള ആൾക്കാര് നമ്മളെ തന്നെ വല്ല ചതിക്കുഴിയിലും വീഴ്ത്തുമോ എന്ന ഒരു ആശങ്ക നമുക്കുണ്ടാവണം. അള്ളാഹുവിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന പലരും ഉണ്ടാകും. അവർ അള്ളാഹുവിന്റെ പൊരുത്തം വാങ്ങാൻ നമ്മുടെ കൂടെ ഉണ്ടോ, അല്ല അള്ളാഹുവിന്റെ ഇഷ്ടക്കേട് വാങ്ങുന്നിടത്താണോ അവർ നമ്മുടെ കൂടെ ഉള്ളത് എന്ന പേടി, ആശങ്ക നമുക്കുണ്ടാവണം. അതാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നിന്റെ അഹ്ലുകാരെ കൊണ്ട് നിനക്ക് സ്വർഗം കിട്ടുമോ നരകം കിട്ടുമോ എന്ന പേടി നിനക്ക് എപ്പോഴും ഉണ്ടാവണം. ഭാര്യ ഭർത്താവിനെ കുറിച്ച് അത് ആലോചിക്കണം, ഭർത്താവ് ഭാര്യയെ കുറിച്ചും ചിന്തിക്കണം. ഇങ്ങനെ അള്ളാഹുവിലേക്കുള്ള ആത്മീയ യാത്രയിൽ തടസ്സമുണ്ടാക്കുന്ന ഒരാളും നമുക്ക് ഉണ്ടാവരുത്. അതാരാണ് തടസ്സമുണ്ടാക്കുന്നത്? തടസ്സമുണ്ടാക്കുന്ന ഒരു വിഭാഗം ഒന്ന്, എളുപ്പ വഴി ഉണ്ടാക്കുന്നവർ മറ്റൊന്ന്. അങ്ങനൊന്നില്ല. മറിച്ച് ഒരാള് തന്നെ രണ്ടുമാവാം, ഒരാള് തന്നെ ഇടക്കാലത്ത് രണ്ടും ആവാം, അതേ ആള് തന്നെ നമ്മളെ തിരിച്ചും മറിച്ചൊക്കെ ഉണ്ടാവാം. അതിനാണ് ഖുർആൻ പറഞ്ഞത് മിനൽ ജിന്നത്തി വന്നാസ്. നിന്നെ അള്ളാഹുവിന്റെ വഴിയിൽ നിന്ന് തെറ്റിക്കുന്നവരിൽ ജിന്നി വിഭാഗം ഉണ്ടാവും, മനുഷ്യ വിഭാഗം ഉണ്ടാവും. ജിന്നി വിഭാഗമാണ് ഇബ്ലീസ് നേതൃത്വം നൽകുന്ന ശയാത്വീൻ, പിശാചുക്കൾ, ശൈത്വാന്മാർ. നിന്നെ അള്ളാഹുവിന്റെ സഞ്ചാരത്തിൽ നിന്ന് വഴിതെറ്റിച്ച് നരകത്തിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കുന്നവരാണ് ജിന്നി വിഭാഗത്തിൽ ഇബ്ലീസും ശൈത്വാൻ, അവരുടെ മക്കളും. അവരുടെ പ്രശ്നം എന്താണ്? ഇബ്ലീസിനെ അള്ളാഹ് പരിചയപ്പെടുത്തിയത് തന്നെ അദുവ്വും മുബീൻ. നിങ്ങൾക്ക് തന്നെ ഒന്ന് നിഷ്പക്ഷമായി ആലോചിച്ചാൽ ബോധ്യപ്പെടും അവൻ വ്യക്തമായ ശത്രുവാണ് എന്ന് പറഞ്ഞാൽ, ഒരാൾ നമ്മളോട് ശത്രുത വെക്കുന്നത് ഒന്നുകിൽ അയാൾക്ക് നമ്മളെ കൊണ്ട് വല്ല ലാഭവും കുറയുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളോട് ശത്രുത വെച്ചാൽ അയാൾക്ക് വല്ല ലാഭവും കിട്ടാനുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, ഓട്ടോ സ്റ്റാൻഡിൽ പുതിയൊരു ഓട്ടോക്കാരൻ വന്നാൽ നല്ല മനസ്സില്ലാത്തവർ അയാളോടൊരു ശത്രുത ഉണ്ടാവും. എന്തുകൊണ്ട്? ഇനി കുറച്ച് ട്രിപ്പ് അയാൾക്കാണല്ലോ കിട്ടുക. കണ്ടോ, അതൊരു ശത്രുതയാണ്. ബേക്കറി ഷോപ്പുകാരൻ അതേ ടൗണിൽ വേറൊരു ബേക്കറി തുടങ്ങുമ്പോൾ ഉദ്ഘാടന ചടങ്ങിന് പോകാൻ കുറച്ച് പണിയുണ്ടാവും. എന്തുകൊണ്ട്? അയാൾക്ക് നല്ല കച്ചവടം കിട്ടിയാൽ എനിക്ക് കുറയുമല്ലോ എന്ന ആശങ്ക. ഈ അസൂയയും ഈ ശത്രുതയും വരുന്നത് എനിക്ക് കിട്ടുന്ന ഉപകാരം കുറയുമോ എന്നുള്ളതിൽ നിന്നും, അയാൾ ഓട്ടോ വേറെ സ്റ്റാൻഡിലേക്ക് മാറ്റി ആ ബേക്കറിക്കാരൻ വേറൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ആയാൽ എനിക്ക് ലാഭം കൂടുമോ എന്ന ആഗ്രഹം കൊണ്ടാണ്. ഇബ്ലീസ് നമ്മളോട് ശത്രുത വെക്കുന്നത് ഇങ്ങനത്തെ ഒരു സാധനവും ഇല്ല. നമ്മളിപ്പോ ഈമാനില്ലാണ്ട് മരിച്ച ഇബ്ലീസിന് മാർക്ക് കൂടോ, ബോണസ് കിട്ടോ, മൂപ്പരുടെ വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റ് കൺഫേം ആയി കിട്ടോ? ഒന്നുമില്ല. എന്തെങ്കിലും ഒരു ലാഭം ഇബ്ലീസിനുണ്ടാ? ഇല്ല. നമ്മൾ ആരെങ്കിലും സുബിഹ് ഖളാക്കി ഇബ്ലീസ് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് ഇബ്ലീസ് കെട്ടി അലൈക്ക ബിത്തൂലില്ലേ, കുറെ രാത്രി ഉണ്ട്, ഉറങ്ങിക്കോ, 5:35 വാങ്ങ്, 5:20 ഇപ്പം എന്തിനാണ് അങ്ങനെ നമ്മളെ സുബി ഖളാക്കിയോണ്ട് ഇബ്ലീസിന് എന്തെങ്കിലും കിട്ടാനുണ്ടാ? ഇല്ല. നമ്മളെ വല്ല ഹറാമിലും വീഴ്ത്തിയോണ്ട് ഇബ്ലീസിന് എന്തെങ്കിലും സുഖം കിട്ടാനുണ്ടാ? ഇല്ല. മൂപ്പർക്ക് നരകത്തുനിന്ന് രക്ഷ കിട്ടോ? ഇല്ല. മൂപ്പർക്ക് മാർക്ക് ലിസ്റ്റ് ആരെടുത്തെങ്കിലും സബ്മിറ്റ് ചെയ്യാനുണ്ടാ? ഇല്ല. എന്തെങ്കിലും ഒരു ഹാർഡ് വർക്കിന്റെ, ഒരു അധ്വാനത്തിന്റെ ഫലം കൊണ്ട് മൂപ്പർക്ക് വല്ല സാലറി കൂടാനുണ്ടാ? ഇല്ല. പിന്നെന്തേ? മൂപ്പർക്ക് ഒരു നേട്ടമില്ല. മൂപ്പർക്ക് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നമ്മൾ നശിച്ച് പണ്ടാരടങ്ങണം, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് അള്ളാഹ് പറയണത്, എല്ലാ മക്കളെ അദുവ്വും മുബീൻ, വ്യക്തമായ ശത്രു. നിങ്ങൾക്ക് എന്നെ മനസ്സിലാകുന്നില്ല ചങ്ങായിനെ കുറിച്ച്? ഇല്ലേ? നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? ഓനിക്കൊന്നും കിട്ടാനില്ല, എന്നിട്ട് നിങ്ങളെ വേക്കി കൂടുകയാണ് ഇല്ലേ? നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഓൻ ശത്രുവാണെന്നുള്ളത്? അത് കുറെ തഫ്സീറൊക്കെ നോക്കണം. അദുവ്വും മുബീൻ. കണ്ട, ഇതാണ് ഇബ്ലീസ് വ്യക്തമായ ശത്രു എന്ന് പറയുന്നതിന്റെ താല്പര്യം.
ഈ ഇബ്ലീസ് മഹ്ശറിലെത്തിയാൽ കാണിക്കുന്ന ഒരു നാടകമുണ്ട്. എന്താ നാടകം എന്നറിയോ? ഇതുവരെ പറഞ്ഞത് മുഴുവനും മാറ്റി പറയും. ഇബ്ലീസ് ഒരാളെ പറ്റിക്കുന്നതിന്റെ പ്രധാന പവർഫുൾ ടൂൾ ഏതാണെന്നറിയോ? ഇബ്ലീസിന്റെ ഏറ്റവും വലിയ ആയുധം ബാലിസ്റ്റിക് മിസൈൽ ഏതാണെന്നറിയോ? ഏറ്റവും വലിയ ആയുധം അറിയോ? ഏറ്റവും വലിയ ആയുധം ഏതാണെന്ന് ചോദിച്ചാൽ അയാളുടെ ഏറ്റവും വലിയ ആയുധം അൽ കദിബ്, കളവാണ്. ഉമ്മ അങ്ങനെ പലതും പറയൂടോ, ആരും കേൾക്കണ്ട. ഉസ്താമാരെല്ലാം തള്ളുന്ന മോനെ. കമന്റ് ബോക്സ് വായിച്ചു നോക്കിയേ, കണ്ടോ? കളവ് പറഞ്ഞ് പറ്റിക്കലാണ് ഇബ്ലീസിന്റെ മെയിൻ പരിപാടി. കളവ് പറയും, കുറേ കളവ് പറയും. ഇബ്ലീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം നല്ലതിനെ മോശാക്കിയിട്ടും മോശ ആയ കാര്യത്തെ നല്ലതാക്കിയും തോന്നിപ്പിച്ച് കളവ് തോന്നിപ്പിച്ചിട്ടാണ് ഇങ്ങനെ പറ്റിക്കണത്. എന്നാൽ ഇബ്ലീസ് സത്യം പറയുന്ന ഒരു നിമിഷമാണ് പരലോകത്ത്. അന്ന് മണിയായി സത്യം പറയും. നരകത്തിലേക്ക് ഈ മനുഷ്യൻ പോകുമ്പോ ഇബ്ലീസ് പറയും, കടന്നോളി, നീ എന്താടി ഇപ്പൊ എന്നെ ചതിക്കണത്? ഞാൻ എന്നോട് തെറ്റ് ചെയ്യാൻ പറഞ്ഞെന്ന് ചോദിച്ചിട്ട് നീ ചെയ്യണമെന്നൊന്നുമില്ലല്ലോ. കിടന്ന നരകത്തില് അന്ന് ചതിക്കും. അന്ന് ആ ചതിയന നിങ്ങൾക്ക് മനസ്സിലാവുന്നേ ഇപ്പോൾ തന്നെ നമ്മളോട് ഇമാമിങ്ങൾ പറഞ്ഞുതരാണ്. ഇപ്പോൾ തന്നെ ആയത്തുകൾ വിശദീകരിച്ചിട്ട്. എന്നിട്ടും നമ്മൾ ഈ ട്രാപ്പിൽ പെട്ടാൽ നമ്മൾ തന്നെ ഉത്തരവാദികൾ. നന്നാവാനുള്ള മുഴുവൻ സാധ്യതകളും ഇവിടെ വെച്ച് സംവിധാനിച്ചിട്ടല്ലാതെ ഒരു മനുഷ്യനെയും ഹിസാബിനല്ല വിളിക്കൂല. നന്നാവാനുള്ള മുഴുവൻ സാധ്യതയും. അല്ലെങ്കിൽ അള്ളാഹ് എന്തിനാ ഇപ്പൊ ഈ അമ്പിയാക്കളെ അയക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ടോ? അമ്പിയാക്കൾ അള്ളാഹ് അയച്ച തന്നെ നമുക്ക് നന്നാവാനുള്ള സർവ്വ സാധ്യതയും ഇവിടെ സെറ്റ് ചെയ്യാനാണ്. എന്നിട്ടും നമ്മൾ നന്നായിട്ടില്ലെങ്കിൽ നമ്മൾ തന്നെയാണ് നമ്മളെ പരാജയപ്പെടുത്തിയത്. ഇബ്ലീസ് പരലോകത്ത് സത്യം പറയാൻ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, മൂപ്പര് കളവ് പറഞ്ഞു പറ്റിക്കുക എന്ന് പറയുന്ന ആയുധം മൂപ്പരെടുത്ത് നിന്ന് തീർന്ന്. ഇനി അത് വിടാൻ കഴിയില്ല. AK-47 ഇനി വർക്ക് ചെയ്യൂല. കളവ് പറഞ്ഞു പറ്റിക്കുക എന്നുള്ള സാധ്യത മൂപ്പര് പരലോകത്തെത്തലോടുകൂടി ബാറ്ററി ലോ എന്നല്ല, ചാർജ് ഇല്ലാത്തോണ്ട് ഓഫായി. ഇനി അത് നടക്കൂല. എണ്ണ കഴിഞ്ഞു, ഓഫായി, വണ്ടി ഓഫായി. കാരണം പിഴപ്പിക്കാനുള്ള കഴിവ് മൂപ്പർക്ക് ഈ ലോകത്തുനിന്ന് മാത്രമാണ്. പരലോകത്ത് അത് പോസിബിൾ അല്ല. രണ്ടാമത്തെ കാരണം, എനിക്ക് കളവ് പറഞ്ഞിട്ട് എന്താ കാര്യം? റിസൾട്ട് വന്നില്ലേ? ചാർട്ട് പ്രിപ്പയർഡ് ആയി കഴിഞ്ഞാൽ ടിക്കറ്റ് കൺഫേം ഒന്നാവില്ല. വെയിറ്റിംഗ് ലിസ്റ്റ് ആണ് റിട്ടേൺ ട്രെയിൻ എന്ന് കുറെ സമയം നോക്കാം. ചാർട്ട് പ്രിപ്പയർഡ് ആയി കഴിഞ്ഞാൽ ഫരീഖും ഫിൽ ജന്നത്തി വ ഫരീഖും ഫിസ് സഗീർ, നരകത്തിലേക്ക് പോകേണ്ടവരുടെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് സ്വർഗത്തിലേക്കുള്ള ലിസ്റ്റ് ഔട്ട് ചെയ്താൽ ഇനി മാറി വരും ചെയ്യില്ല റിസൾട്ട്. അങ്ങനെ മഹ്ശറിലെ റിസൾട്ട് മാറുമോ? അത് ചെറിയൊരു പ്രശ്നമുണ്ട്. ആരും രജിസ്ട്രേഷൻ നമ്പർ നോക്കിയിട്ട് റിസൾട്ട് നോക്കേണ്ടതില്ല. ചെറിയൊരു ഇറർ വന്നുകൊണ്ട് റിസൾട്ട് നാളെ പുനഃപ്രസിദ്ധീകരിക്കും, റീപബ്ലിഷ് ചെയ്യോ? അങ്ങനെ ഉണ്ടോ? ഇല്ല. ഇനി വേറൊന്നുമില്ല. അതുകൊണ്ട് ഇനി ഇബ്ലീസിന് കളവ് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നരകത്തിലേക്ക് കിട്ടേണ്ട ആളെല്ലാം മൂപ്പർക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് പ്രശ്നം. ഇതാണ് ഈ ഇബ്ലീസിന്റെ ശത്രുത എന്ന് പറയുന്നത്. ഈ ഇബ്ലീസ് ജിന്ന് വിഭാഗത്തിലുള്ള ഇബ്ലീസിനെയാണ് ഇപ്പം നമ്മൾ പരിചയപ്പെടുത്തിയത്. ചങ്ങായിനെ വേണമെങ്കിൽ റമദാനിലെല്ലാം കുറച്ച് കെട്ടിയിടും. അതേ സമയത്ത് മിനൽ ജിന്നത്തി വന്നാസ്, മനുഷ്യ വിഭാഗത്തിലും പിശാചുണ്ടാവും. കാരണം കമ്പനിയിൽ വർക്ക് അധികമായതുകൊണ്ട് ഡ്യൂട്ടിക്ക് കുറച്ചാളെ എക്സ്ട്രാ വിളിച്ചിട്ടുണ്ട്. എങ്ങനെ? അത് ഈ പെരുന്നാൾ സീസണൊക്കെ ആകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, റെഡിമെയ്ഡ് ഡ്രസ്സിന്റെ ഷോപ്പിൽ ടെക്സ്റ്റൈൽസിലൊക്കെ കുറച്ചധികം സ്റ്റാഫുകളെ അസൈൻ ചെയ്യും അല്ലേ? ഇതേപോലെ കുറച്ചധികം മനുഷ്യന്മാരെ പഴപ്പിക്കാൻ വേണ്ടിയിട്ട് മിനൽ ജിന്നത്തി വന്നാസ്, മനുഷ്യ വിഭാഗത്തിൽ നിന്നും കുറച്ച് പിശാചുക്കളെ ഇബ്ലീസ് പരിശീലനം കൊടുത്തിട്ട് അതേ വർഗത്തിൽപ്പെട്ട ആളെ പിഴപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. നമ്മുടെ വിഷയം നമ്മൾ മറക്കരുത്. അല്ലാഹുവിലേക്കുള്ള ആത്മീയ യാത്രയിൽ നമ്മളെ വഴിതെറ്റിക്കുന്ന ആളാണ് ഇബ്ലീസ്. ഇബ്ലീസ് മനുഷ്യ വിഭാഗത്തിലും ഉണ്ടാകും, ജിന്ന് വിഭാഗത്തിലും ഉണ്ടാകും.
മനുഷ്യ വിഭാഗത്തിലെ പിശാച് ആവരുത് നമ്മൾ. അതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഒരു ഇബ്ലീസ് ആവരുത്. വയംനഊനൽ മാഊൻ, ഈ ഒരു ആയത്തിന്റെ പേരിലാണ് ആ സൂറത്തിന് സൂറത്തുൽ മാഊൻ എന്ന് പേര് വന്നേക്കുന്നത്. ചില ഇബ്ലീസുമാരെ ഖുർആൻ അതിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. എന്താണ് അവരുടെ പ്രശ്നം എന്നറിയോ? അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, അവർക്ക് മരണശേഷമുള്ള ജീവിതത്തിൽ വിശ്വാസം ഉണ്ട് എന്നൊക്കെ വെറുതെ പറയണതാ. കാരണം എന്താ അവരുടെ കാരണം എന്ന് വെച്ചാൽ, അവരുടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം, അനാഥ മക്കൾക്ക് കിട്ടേണ്ട സംഭാവന അവര് തടയും. അതൊക്കെ തട്ടിപ്പാണ്, ഫുള്ള് പിരിവാണ്. കണ്ടോ, ഇബ്ലീസ് ഇപ്പോഴും മനുഷ്യരെ നിയോഗിച്ചിട്ടുണ്ട് വർക്കിന്. ആ പ്രശ്നം. വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിനെയും അവര് തടയും. ഞാൻ ഉസ്താമാരെ ചെലവൊന്നും ഏറ്റെടുത്തിട്ടില്ല. നടക്കും, 3 നേരം നടക്കൂല. കണ്ടോ, അതുകൊണ്ടൊരു പ്രശ്നം. ഇബ്ലീസ് ആവരുത് നമ്മൾ ആരും. ഞാൻ എൻ്റെ പ്രസംഗത്തിലെ പ്രധാന ടോപ്പിക് അതല്ല, ഇബ്ലീസിന്റെ കൂടെ കൂട്ടുകൂടരുത് എന്നുള്ളതാണ്. അതിലേക്ക് വരുന്നതിന് മുമ്പ് പറയാണ്, നമ്മളൊരു ഇബ്ലീസ് ആവരുത്, ഫിത്നയുടെ ആളാവരുത്. അൽ ഫിത്നത്തു നാഇമത്തുൻ, ഫിത്ന എപ്പോഴും ഉറങ്ങായിരിക്കും. വല്ലഅനത്തു അലാ മൻ ഐഖലഹ, അതിനെ വിളിച്ചുണർത്തുന്നവർക്കാണ് സർവ്വശാപങ്ങളും ഉണ്ടാവുക. പഴയ വീഡിയോ ഒന്നുകൂടി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് വിവാദം പിന്നെയും കത്തിക്കുക എന്നാണ് അതിന്റെ മലയാളം. അപ്പണി ചെയ്യുന്നവരുണ്ട്. സുന്നികൾ എന്നെങ്കിലും ഐക്യത്തിലെത്തണം എന്ന് ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ പിറ്റേന്നുള്ള യൂട്യൂബ് വീഡിയോസ് നോക്കിയാൽ മതി. ഇബ്ലീസുമാർ അവർ സജീവമായി വർക്കിലായിരിക്കും, പണിയിലായിരിക്കും. വല്ലഅനത്തു അലാ മൻ ഐഖലഹ, വല്ലഅനത്തു അലാ മൻ ഐഖലഹ, ഉറങ്ങിക്കിടക്കുന്ന ഫിത്നയെ വിളിച്ചുണർത്തുന്നവർ, അവർക്കാണ് ശാപം. പണ്ട് ഉപ്പാന്റെ മരണസ്ഥലത്ത് വരെ ബുദ്ധിമുട്ടിച്ച ഏട്ടത്തിയാണ്. കണ്ട, പണ്ടത്തെ കഥ ഏട്ടത്തിനെ കുറിച്ച് അനുജത്തി പറയാ. ഇബ്ലീസിന്റെ വർക്ക് ചെയ്യുന്നത് അത് മുനാഫിഖീങ്ങൾക്കുള്ള പണിയാ. വഇദാ ഖാസമ ഫജറ, തമ്മിൽ തെറ്റിയാൽ പണ്ടത്തെ തമ്മാടിത്തം പറയാം. ഓനെ പണ്ടേ എനിക്കറിയാം, അതൊന്നും പറയരുത്. ഇബ്ലീസിന്റെ പണി നമ്മൾ എടുക്കരുത്. എന്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് നമ്മളുടെ കൂട്ടുകാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരോടൊപ്പമാണോ കൂട്ടുകൂടുന്നത് അത് ഇബ്ലീസ് ആവരുത്. മിനൽ ജിന്നത്തി വന്നാസ്, മനുഷ്യ വിഭാഗത്തിലും ഇബ്ലീസുമാരുണ്ട്, ശൈത്വാന്മാരുണ്ട്. അങ്ങനെ ആവരുത്. ആ വർക്ക് നമ്മൾ ചെയ്യരുത്, ആ പണി നമ്മൾ എടുക്കരുത്. എന്താണ് ആ പ്രശ്നം? 2 സാധ്യതകളാണ് ഉള്ളത്. ഇണയെ കൊണ്ട് സ്വർഗത്തിലെത്തുന്നവരുണ്ട്, അതേ ഇണയെ കൊണ്ട് നരകത്തിലെത്തുന്നവരും ഉണ്ട്. കൂട്ടുകാരെ കൊണ്ട് സ്വർഗത്തിലെത്തുന്നവരുണ്ട്, കൂട്ടുകാരെ കൊണ്ട് നരകത്തിൽ എത്തുന്നവരും ഉണ്ട്. വിശദീകരിക്കാം. നരകത്തിലെത്തുന്നവരാണ് ഈ 2 വിഭാഗങ്ങളെ കൊണ്ട് കൂടുതലും ഉണ്ടാവുക. നമുക്കൊക്കെ പരിചയമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ മസദ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. ഇസ്ലാമിന്റെ ആദ്യ 3 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനം നടത്തിയത് വളരെ രഹസ്യമായിട്ടായിരുന്നു. വഅൻദിർ അശീറതകൽ അഖറബീൻ, നബിയെ തങ്ങളുടെ അടുത്ത കുടുംബങ്ങളോടൊക്കെ കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞേക്കൂ എന്ന് അള്ളാഹുവിന്റെ കൽപ്പന വന്നപ്പോൾ താഴ്വരയുടെ മുകളിൽ കയറി എല്ലാ കുടുംബാംഗങ്ങളെയും വിളിച്ച് ഓരോ ഗോത്രത്തെയും വിളിക്കുമ്പോ അബൂലഹബ് ഇടയിൽ ചോദിക്കുന്നുണ്ട്, എന്തിനാണ്. ചില ആൾക്ക് അങ്ങനെയാണ്, അർജന്റ് മീറ്റിങ്ങിന് വിളിച്ചാലും എന്തിനാന്ന് അറിഞ്ഞോണ്ടിരിക്കണം. ചില കാര്യം ആദ്യമേ പറയേണ്ടതായിരിക്കൂലല്ലോ, അത് ആ മീറ്റിങ്ങിൽ ഗൗരവപ്പെടേണ്ടല്ലേ. അബൂലഹബിന്റെ ചോദ്യം എന്തിനാണ്. എല്ലാം ആദ്യം അറിയണം എന്നുള്ളൊരു വാശിയൊന്നും നമുക്കുണ്ടാവരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയതിനു ശേഷം പറഞ്ഞു, എന്നോട് റബ്ബ് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു ആണ് റബ്ബെന്നും ഞാൻ നബിയാണെന്നും നിങ്ങളോട് പറയാൻ. ഇത് കേട്ട ഉടനെ തന്നെ അബൂലഹബ്
തബ്ബലക യാ മുഹമ്മദ് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് നോക്കിയിട്ട് റസൂലുള്ളാഹിനെ ആക്ഷേപിച്ചു. തബ്ബലക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നാശം എന്നാണ്. അപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയതെന്ന് തഫ്സീർ റാസിയിലും തഫ്സീർ നൈസാബൂരിയിലും ഒക്കെ നമുക്ക് വായിക്കാൻ പറ്റും. അപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയത്. പൊതുവിൽ അള്ളാഹുവിന് എന്തെങ്കിലൊക്കെ ആരെങ്കിലൊക്കെ പറഞ്ഞാൽ, ഉദാഹരണം പറഞ്ഞാൽ അല്ല 2 ഉണ്ട് 3 ഉണ്ട് 10 ഉണ്ട് 1000 ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അല്ല പൊതുവിൽ ഡയറക്റ്റ് മറുപടി കൊടുക്കൽ അള്ളാഹുവിന്റെ ഒരു ശൈലി അല്ല. അല്ല തങ്ങളോട് പറയും ഖുൽ ഹുവല്ലാഹു അഹദ്, ഞാൻ ഒന്നേ ഉള്ളൂ ചങ്ങന്മാരോട് പറയും. ഖുൽ യാ അയ്യുഹൽ കാഫിർ, അവരെ വിളിച്ച് പറഞ്ഞു കൊടുത്തോട്ടെ, തൗഹീദിലൊന്നും മാറ്റില്ല പറഞ്ഞെടുത്ത് ഖുൽ, അങ്ങനെ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിച്ചപ്പോ റസൂലുള്ളാഹി മിണ്ടാതിരുന്നപ്പോ അല്ലാഹു ഡയറക്റ്റ് ഇറങ്ങാണ്. എന്താടാ പറഞ്ഞത്? നീ എന്താ പറഞ്ഞത്? ആർക്ക് നാശം എന്നാ പറഞ്ഞത്? എന്റെ ഹബീബിനോ എന്റെ മുത്തു തങ്ങൾക്കോ? തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, സർവരെയും അവിടുത്തെ റഹ്മത്ത് കൊണ്ട് ഹിദായത്ത് നൽകി സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന നബിയുടെ പണി നാശം. നിനക്കാണ് നാശം, നിനക്കാണ് നാശം, നിനക്കാണ് നാശം. ഈ ആയത്ത് കേട്ടപ്പോ അബൂലഹബ് ചങ്ങായി കുറച്ചധികം തൊലിക്കട്ടിയുള്ള ആളാ. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കല്ലെറിയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂക്കി വിളിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചീത്ത വിളിക്കുന്നത്. ഈ ആയത്ത് കേട്ടപ്പോ അബൂലഹബ് ഒരു ഡയലോഗ്, എനിക്ക് തടിയും തൻ്റെ ഉള്ള പിള്ളേരുണ്ട്, എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, എൻ്റെ പിള്ളേരുണ്ട് ഇഷ്ടം പോലെ, മക്കള് മാത്രല്ല അക്കൗണ്ട് ബാലൻസ് അമ്മാതിരി ബാലൻസ് ഉണ്ട്, 1-2 CR ഒന്നല്ല, അമ്മാതിരി ബാലൻസ് ഉണ്ട്. ഈ ആയത്ത് കേട്ടപ്പോ ഓന്റെ ഡയലോഗ് അതായിരുന്നു. അപ്പോഴാണ് അള്ളാഹ് പറഞ്ഞത് ഓന്റെ അക്കൗണ്ട് ബാലൻസ് ഒരു ഉപകാരപ്പെടൂല്ലോ എനിക്ക്, കസബ് ഓന്റെ മക്കളെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല, ഒരു ഉപകാരം ഉണ്ടാവില്ല, ഒരു ഉപകാരം മാത്രല്ല കെട്ടുപോവാത്ത നരകത്തിൽ ഓൻ പ്രവേശിക്കും എന്ന് പറഞ്ഞാൽ ഈമാനില്ലാണ്ട് മരിക്കും. ഈ ആയത്തിനോട് വേണമെങ്കിൽ വാശിയായിട്ട് അബൂലഹബിന് ആരാ പറഞ്ഞു ഞാൻ നരകത്തിൽ പോകുന്നു, ഞാൻ മുസ്ലിം ആവുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു, അങ്ങനെ ചെയ്യാമായിരുന്നു. പക്ഷെ അത് നടക്കൂല. അള്ളയാണ് ഹിദായത്ത് കൊടുക്കേണ്ടത്. ഇത് കിടന്നെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്യുന്ന സാധനമൊന്നുമല്ല, അള്ള കൊടുക്കേണ്ട ഹിദായത്താണ്. മുത്തുനബിനെ തൊട്ടാൽ ഓന്റെ കാറ്റ് പോകും, ഓന്റെ എല്ലാം പോകും, ഓന്റെ അടപ്പ് വരും. വേറെ ഏത് വിഷയം അള്ള സഹിക്കും, മുത്ത് തങ്ങളെ തൊട്ടാൽ ഓനെ വിടൂല. അതാണ് വിദേഹത്തിന് ഏറ്റവും വലിയ പ്രശ്നം പറ്റിയത്. വിദേഹത്തുകാർ ഈമാനില്ലാതെ മരിക്കുമെന്ന് ഇബ്നു ഹജർ പറഞ്ഞല്ലോ. എന്താ കാരണം? അവർക്ക് റസൂലുള്ളാഹിന്റെ വിഷയത്തിൽ ബഹുമാനം ഉണ്ടാവില്ല. അതാ പ്രശ്നം, അതാ പ്രശ്നം. നമ്മളാരും അബൂലഹബ് ആവരുത് കേട്ടോ. അബൂലഹബ് എന്ന് പറഞ്ഞാൽ ആ കാലത്ത് ജീവിച്ച ഒരു വ്യക്തിയുടെ പേരല്ല, അതൊരാശയത്തിന്റെ പേരാ. അബൂലഹബുമാർ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും, അതൊരു വ്യക്തിയുടെ പേരല്ല. നബിയെ ആക്ഷേപിച്ചവർ അബൂലഹബാണ്. അതാണ് മജ്മുഉൽ മുഅല്ലഫാത്തിൽ പറഞ്ഞത്, അതൊരു വ്യക്തിയുടെ പേരല്ല മോനെ. ഫഹദർ അൻ തകൂന അബാ ലഹബ്, നീ അബൂലഹബ് ആവാതിരിക്കാൻ എപ്പോഴും ജാഗ്രത കാണിക്കണം. ആസുബിനു വായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആൺകുട്ടികളൊക്കെ വഫാത്തായപ്പോ പറഞ്ഞല്ലോ, മക്കളല്ലേ എല്ലാരും മരിച്ചോയില്ലേ, ഇനി ആരും ഓർക്കാനും പറയാനൊന്നും ഉണ്ടാവില്ലല്ലേ മുഹമ്മദിന് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് അള്ളാഹ് നബി തങ്ങളോട് പറഞ്ഞത്, ആരെങ്കിലൊക്കെ എന്തെങ്കിലും പറയുമ്പോ ടെൻഷൻ ആവണ്ട നബിയെ, ഇന്നഅതൈനാകൽ കൗസർ, തങ്ങൾക്ക് തങ്ങന്മാരെ വാരിക്കോരി തരും. ഏത് നാട്ടിൽ തിരിഞ്ഞു മറന്ന് നോക്കിയാൽ ശിഹാബ്, ബുഖാരി, ഏതെല്ലാം സാദാത്ത് ആ തങ്ങന്മാരുടെ കുടുംബമുണ്ട്. ഈ ലോകം മുഴുവനും തങ്ങന്മാരെ കൊണ്ട് ഞാൻ നിറക്കും നബിയെ. അതിന് ഓന്റെ കാര്യം ഞാൻ ഇപ്പം പറഞ്ഞത്, ഞാൻ തങ്ങളെ ആദ്യം സമാധാനിപ്പിക്കട്ടെ. ഇന്നഅതൈനാകൽ കൗസർ, നീ അടുക്ക് പോലെ ഇന്റെ കളി അങ്ങച്ചരാ. ഇന്നഅതൈനാകൽ കൗസർ, തങ്ങൾക്ക് ഞാൻ തങ്ങന്മാരെല്ലാം ഇഷ്ടം പോലെ തന്നിട്ടുണ്ട്. അതിന് ഫസല്ലി റബ്ബിക വൻഹർ, തങ്ങളെ നിസ്കരിക്കുകയും അറവ് നടത്തുകയൊക്കെ ചെയ്തിട്ട് എന്നോട് നന്ദി ചെയ്താൽ മതി. ദാറ്റ്സ് ഇനഫ്. ഇന്ന ശാനിയക ഹുവൽ അബ്തർ, തങ്ങളെ ആക്ഷേപിച്ചവൻ നീയാണോ വാലറ്റുപോയവൻ, നിന്നെ ഓർക്കാൻ ഒരു മനുഷ്യൻ ഇവിടെ ഉണ്ടാവില്ല. ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണാം,
നബിയുടെ ഗുണങ്ങളുള്ള ആൾക്കാരെ ആക്ഷേപിച്ച മനുഷ്യന് ഒരു തൗഫീഖും ജീവിതത്തിൽ കിട്ടില്ല. എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഗുണങ്ങൾ ഉള്ള മനുഷ്യരുണ്ടാവും. റസൂലുള്ളാഹി ആരാ? കാന ആലമന്നാസ്, ഏറ്റവും വലിയ ആലിമാണ്. അപ്പൊ ആലിമീങ്ങളെ പരിഹസിച്ചവന് അഡ്രസ് ഉണ്ടാവില്ല. ഇന്ന ശാനിയക ഹുവൽ അബ്താർ, ഓന്റെ വാല് അറ്റുപോകുമെന്ന് പറഞ്ഞാൽ നിനക്ക് ദ്വാരക്കാൻ മക്കളുണ്ടാവില്ലടോ. നിന്റെ 4 മക്കളും പുതിയാപ്പിളറും എല്ലാം വഹാബികളായിരിക്കും. ഏറ്റവും ദ്വാരകൂല. കാരണം നീ എപ്പോഴും ഒരു മദ്രസ മുഅല്ലിമിനെ കളിയാക്കി. അതാ പ്രശ്നം. ഇന്ന ശാനിയക ഹുവൽ അബ്താർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുഹദിന്റെ ആളാണ്, ദുനിയാവിനോട് താല്പര്യമില്ലാത്ത ആളാണ്. അപ്പൊ ദുനിയാവൊന്നും വേണ്ട എന്ന നിലക്ക് ഇങ്ങനെ നടക്കുന്ന മനുഷ്യന്മാരെ എങ്ങാനും കളിയാക്കിയാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അജ്വദന്നസാണ്, ധാരാളം സ്വതക്ക ചെയ്യുന്ന ആളാണ്. അപ്പൊ സ്വതക്ക ചെയ്യുന്ന ആൾക്കാരെ നീ കളിയാക്കിയാൽ നിനക്ക് പിന്നെ അഡ്രസ് ഉണ്ടാവില്ല, നിന്നെ ഓർമ്മിക്കാൻ ഒരാളും ഉണ്ടാവില്ല. ഒരു പെരിച്ചായനൊക്കെ ഒരു പൂച്ചയൊക്കെ ചത്താ കുഴിച്ചിട്ടിട്ട് വരുന്ന മാതിരി കുഴിച്ചിടും. തൽക്കീം പറ്റൂലെന്നും തസ്ബീത്ത് പറ്റൂലെന്നും നിന്റെ കുടുംബത്തിന്റെ നാമം ഉണ്ടെന്നെ ഞാൻ പറയിപ്പിക്കും. ഇന്ന ശാനിയക ഹുവൽ അബ്താർ. നീ ആരെയാ തൊട്ടത്? നബി ഗുണമുള്ള ആൾക്കാരെ തൊടരുത്, മിണ്ടരുത്. ആലിമീങ്ങളെ തൊട്ടാൽ തൗഫീഖ് അങ്ങ് ബ്ലോക്ക് ആകും, എല്ലാ തൗഫീഖും നഷ്ടപ്പെടുമെന്ന് ഹാദിൽ ഹായിരീൻ ഇലാ റുസൂമി അഖ്ലാഖിൽ ആരിഫീൻ എന്ന ഗ്രന്ഥത്തിൽ ഷഹറാനി ഇമാം സംസാരിക്കുന്നു. പറഞ്ഞു വന്നത്, നമുക്ക് വിഷയത്തിലേക്ക് വരണം. ഈ ഖുർആൻ ഓതുമ്പോൾ ഇങ്ങനെ അപ്പുറം ഇപ്പുറമൊക്കെ സൂറത്തിലേക്കൊക്കെ പോകും. നമുക്ക് നേരത്തെ ഓതിയ സൂറത്തിലേക്ക് തന്നെ വരാം. എന്താണ് പറയണത്? വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ്. വംറഅതുഹു, അവന്റെ വൈഫിനും അക്കൗണ്ട് ബാലൻസ് ഉപകാരപ്പെടുകയും ചെയ്യില്ല, മക്കളും ഒരു ഉപകാരം ഉണ്ടാവില്ല. ഈ അബൂലഹബിന് മാത്രല്ല കേട്ടോ, അവന്റെ വൈഫിനും ഒരു ഉപകാരം ഉണ്ടാവില്ല. അതെന്താ പ്രശ്നം? ഇവിടെയാണ് നമ്മളെ വിഷയം കിടക്കണം. അബൂലഹബിന്റെ ശരിക്ക് പേര് അബ്ദുൽ ഉസ്സ എന്നാണ്. ഉസ്സ എന്ന് പറഞ്ഞ ഒരു ബിംബത്തിന്റെ പേരാണ്. ആ ബിംബത്തിന്റെ അടിമ എന്നുള്ള അർത്ഥത്തിലാണ് ചങ്ങായിയുടെ ഒറിജിനൽ പേര്. പിന്നെ അബൂലഹബ് എന്ന പേരിലേക്ക് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്യാനുള്ള കാരണം, അള്ളാഹ് ഖുർആനിൽ തന്നെ വേറൊരു ബിംബത്തിന്റെ അടിമ എന്ന് പറയുന്നിടത്തൊരു സുഖക്കുറവുണ്ടല്ലോ. പേരങ്ങനെ അയാളുടേത് ആണെങ്കിൽ തന്നെയും ഖുർആനിൽ അങ്ങനെ തൗഹീദിന്റെ ഒരു എതിര് പേര് പറയുന്നത് ഒരു സുഖക്കുറവുള്ളതുകൊണ്ടാ ഓന്റെ പേര് അബൂലഹബ് എന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് അവിടെ കൊടുത്തത്, വിളിപ്പേര് കൊടുത്തത്. എന്നാ പിന്നെ അതേ പേര് ഉമ്മു ജമീലാന്ന് ഈ പെണ്ണിനുണ്ടല്ല, വൈഫിന്, ഭാര്യക്ക്. അത് പറയാണ്ട് വംറഅതുഹു, ഓന്റെ പൊണ്ടാട്ടി കെട്ടിയോളൂ എന്ന് അതെന്തിനാ പറഞ്ഞത്? എന്താ കാരണം? അത് കാരണം എന്ന് പറഞ്ഞാൽ ഈ ഉമ്മു ജമീല എന്ന് പദത്തിന്റെ അർത്ഥം നല്ല സൗന്ദര്യമുള്ള പെണ്ണ് എന്നാണ്. ഈ പെണ്ണിന്റെ ഒരു നെഗറ്റീവാണ് ഇവിടെ പറയാൻ പോണത്. ഭർത്താവിന്റെ കൂടെ കൂടിയിട്ട് എല്ലാ തമ്മാടിത്തത്തിനും കൂടെ നിന്ന് ഷെയർ ബിസിനസ് ചേർന്നിട്ട് നരകത്തിൽ പോകുന്ന കഥ പറയുമ്പോൾ നല്ല ബ്യൂട്ടിയും സൗന്ദര്യമുള്ള പെണ്ണ് എന്ന് പറയുമ്പോൾ അതൊരു സാഹിത്യ ഭംഗിക്കുറവുണ്ടാവും. ഉറപ്പല്ലേ? ഒരു മുദരിസ് ഉസ്താദ് എണീച്ച് നിന്നിട്ട് റിസൾട്ട് പ്രഖ്യാപിക്കും പറയാണ്, ഈ വർഷത്തെ അൽഹംദുലില്ലാ പരീക്ഷയുടെ റിസൾട്ട് പ്രഖ്യാപിക്കുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശിഷ്യനും എല്ലാ ദിവസവും നന്നായി ഓതി പഠിക്കുകയും ചെയ്യുന്ന, നല്ല അദബുള്ള, സമയം കളയാത്ത നല്ല മോനാണല്ലോ. നിങ്ങൾക്കൊക്കെ അറിയുന്ന പോലെ ഇന്നാലെന്ന ഈ കുട്ടി, ആ കുട്ടി എല്ലാ ഗുണങ്ങളും ഒത്തുചേർന്ന മോനാണ്. ആ മോന് ഇന്നത്തെ പരീക്ഷയ്ക്ക് തോറ്റിരിക്കുന്നു. എങ്ങനെ ഉണ്ടാവും അങ്ങനെ പറഞ്ഞാൽ? തോറ്റ റിസൾട്ട് പറയുമ്പോൾ അവന്റെ ഗുണങ്ങൾ പറയോ? ഇല്ലല്ലോ. ഉമ്മു ജമീല എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ പറയുന്നതിൽ ഒരു രസമില്ലല്ലോ. അതുകൊണ്ടാണ് വംറഅതുഹു ആൻഡ് ഹിസ് വൈഫ്, അവന്റെ കെട്ടിയോൾക്കും ഒരു ഉപകാരം ഉണ്ടാവില്ല. ഇവിടെയാണ് നമ്മുടെ വിഷയം. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇത്ര വരെ പറഞ്ഞ കാര്യം വല്ലാതെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ തന്നെ ഈ സൗണ്ട് കേട്ടാൽ തന്നെ മനസ്സിലാവും. ഇനി ശ്രദ്ധിക്കേണ്ട ഏരിയയാണ് വരുന്നത്. എന്താണ് ഈ അബൂലഹബിന്റെ ഭാര്യയുടെ പ്രശ്നം? നന്നാവാനുള്ള മുഴുവൻ സാധ്യതയുള്ള ഒരു കുടുംബമായിരുന്നു അബൂലഹബിന്റെ കുടുംബം. ഒന്ന് റസൂലുള്ളാഹിന്റെ ഉപ്പാന്റെ സഹോദരനാണ് അബൂലഹബ്. 2 മക്കൾ തന്നെ തങ്ങളുടെ എല്ലായിടത്തുനിന്ന് എല്ലാ പൊരുത്തവും കുരുത്തവും വാങ്ങാൻ പറ്റും. മക്കൾ അത്യാവശ്യമുണ്ട്, സമ്പത്തുണ്ട്, എല്ലാ ബാക്ക്ഗ്രൗണ്ടും ആംബിയൻസും ഓക്കെയാണ്, സെറ്റാണ്. ബട്ട് അവൻ റസൂലുള്ളാഹിനെ തൊട്ടു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് പ്രശ്നം പറ്റുന്നത്. അതാണ് പ്രശ്നം. എന്നാ പിന്നെ ഉമ്മു ജമീലക്ക് മാറി എന്നിട്ട് ഓൾക്ക് നന്നാവല്ലോ. അള്ളാഹ് പറയുന്നത് അങ്ങനെയാണ്. എന്ന് ഓൾക്ക് നന്നായിക്കൂടെ? ഇല്ല, ഓളൊന്നും ഭർത്താവിന്റെ തമ്മാടിത്തത്തിന് കൂട്ടുനിന്നു. അതാണ് മെയിൻ പ്രശ്നം. അതാണ് പ്രശ്നം.
ഭർത്താവ് അങ്ങനെ പല തെറ്റും ചെയ്യും, അതിനൊന്നും നമ്മൾ കൂട്ടുവെക്കരുത് ഉമ്മമാരെ. ഹിജാബ് ഇട്ടതിന് കളിയാക്കൽ ചിലപ്പോൾ ഭർത്താവിന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ആയിരിക്കും, അതിനൊന്നും നമ്മൾ മൈൻഡാക്കരുത്. ഭർത്താവിന്റെ പൊരുത്തം വാങ്ങാൻ നമ്മൾ ശ്രമിക്കുന്ന തന്നെ അള്ളാന്റെ പൊരുത്തം കിട്ടാനാണ്. അത് കിട്ടാണ്ട് ഇവിടെ കിട്ടിയിട്ട് ഒരു കാര്യമില്ല. ലാ ഇത്വാഅത ഫിൽ മഅസിയ. തെറ്റു ഭർത്താവിന്റെ ഉമ്മ കൽപ്പിച്ചാലും നമ്മൾ സ്വീകരിക്കരുത്. ഉമ്മ, ഞാൻ പഠിച്ച കോഴ്സൊക്കെ അനുസരിച്ച് ഒറ്റക്ക് യാത്ര ചെയ്യൽ എനിക്കിപ്പോൾ നിർബന്ധ യാത്ര അല്ലാത്തതുകൊണ്ട് ഹറാമല്ലേ, മെഹ്റമ് വേണമല്ലോ. എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലാണ്, ഞാൻ എങ്ങനെയാ ഈ പറയുന്ന കല്യാണ സൽക്കാര പരിപാടിക്കൊക്കെ വരിക? അതൊന്നും നോക്കിയാൽ നടക്കൂല എന്ന് ഒരു പറഞ്ഞാല് നെഞ്ചു കൂടെ നിൽക്കണം ഉമ്മമാരെ. അതിനൊന്നും കൂട്ടിക്കരുത്, അയ്യടാ കൂട്ടുകരുത്. ഹിജാബ് എന്ന് പറഞ്ഞാൽ, നിഖാബ് എന്ന് പറഞ്ഞാൽ ഒരു തുണിക്കഷ്ണത്തിന്റെ പേരല്ല. അങ്ങനെ തുണിക്കഷ്ണത്തിന്റെ പേരാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഹിജാബിനെതിരെ ആരെങ്കിലും പറഞ്ഞാൽ നിഖാബ് ഇട്ടിട്ട് സമരം ചെയ്യാൻ പെൺകുട്ടികൾ പുറത്തിറങ്ങണത്. അല്ലെങ്കിൽ ഈ നിഖാബ് ഇട്ടിട്ട് ബ്ലോഗർ ആവുന്നതും ലൈവില് വരുന്നതും എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതൊരു തുണിക്കഷ്ണത്തിന്റെ പേരാന്ന് ആ മോക്ക് തോന്നിയിട്ടാണ്. അല്ലല്ലോ മോളെ, അൽ മർഅതു ഔറത്തുൻ എന്ന് പറഞ്ഞാൽ വഫാത്തിന്റെ തലേന്ന് രാത്രി ഫാത്തിമ ബീവി വസിയത്ത് ചെയ്ത് എന്താണെന്നറിയോ? റളിയല്ലാഹു അൻഹ വസിയത്ത് ചെയ്യണത്, നാളെ എന്നെ രാത്രി ഖബറടക്കിയാൽ മതി. എന്തേ? എന്നെ ഖബറടക്കുമ്പോൾ എന്റെ കഫംപുട എന്ന തുണിക്കഷ്ണം പോലും ആരും കാണണ്ട. രാത്രി മയ്യത്തിനെ ഖബറടക്കൽ കറാഹത്തുണ്ടോ ഇല്ലയോ എന്ന ചർച്ചയിൽ ഫുഖഹാ നിലപാടെടുക്കുന്ന എന്താ അറിയോ? ഇല്ല, കറാഹത്തില്ല. ബിക്കോസ് കാരണം ഫാത്തിമ ബീവി അങ്ങനെ വസിയത്ത് ചെയ്തിട്ടുണ്ടല്ലോ. ഇവിടെ മയ്യത്ത് കൊണ്ടുപോകുന്ന കട്ടിള മുകളിൽ മറയില്ലാത്ത കട്ടിളയാണ്. അതുകൊണ്ട് ആ മയ്യത്ത് കട്ടിൽ എന്നെ കൊണ്ടുപോകരുത് എന്ന് വഫാത്തിന്റെ തലേന്ന് പറഞ്ഞു വെക്കുക. ആര്? എല്ലാ ദീനും പഠിച്ച വീട്ടിലെ മോളായ ഫാത്തിമ റളിയല്ലാഹു അൻഹ. അങ്ങനെ അബസീനിയ മോഡല് മറയുള്ള മയ്യത്ത് കട്ടിൽ കൊണ്ടുവരുന്നത്. മോളെ പേരെന്താ? ബ്ലോഗറെ പേരെന്താ? ഫാത്തിമ ഹിബ. നിന്റെ പേരോ? ഫാത്തിമ ഷെറിൻ. അതാ യൂട്യൂബ് ലൈവിൽ വന്നേക്കണത്. സൗദാ ബീവി റളിയല്ലാഹു അൻഹ ഹജ്ജ് നിർവഹിച്ചിട്ട് വീട്ടിൽ കയറിയിട്ട് പിന്നെ പറയണ വർത്താനം എന്താണെന്നറിയോ? ഇനി എന്റെ ശരീരം എന്നാണോ ഞാൻ മയ്യത്താവണത് അന്ന് പുറത്തിറങ്ങിയാൽ മതി. അതിന്റെ ഉള്ളിൽ ഈ വീട്ടിൽ നിന്ന് സൗദ പുറത്തിറങ്ങൂല. ഇവരൊക്കെ എവിടെന്നാ ദീൻ പഠിച്ചേക്കണത്? അതാണ് വഖർന ഫീ ബുയൂത്തികുന്ന. ഈ ആയത്തിന്റെ തഫ്സീറിലായി ഈ ചരിത്രം റൂഹുൽ ബയാൻ കൊണ്ടുവരുന്നത്. ഇതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അങ്ങനെ ആരേലും എന്തേലും പറയുമ്പോഴേക്ക് ഒഴിവാക്കാനുള്ളതാണോ നമ്മുടെ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഓൺലൈൻ ഓഫ്ലൈൻ കോഴ്സിലെ പഠനങ്ങളൊക്കെ? അല്ലല്ലോ. വംബ്രതുഹാവരുത്, ഉമ്മു ജമീലേ ആവരുത്. ഭർത്താവ് തെറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ അതിന് നിൽക്കാൻ പറ്റുമോ? ഇല്ല 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 ഇല്ല, കൂട്ടുക്കാൻ പാടില്ല. ഇബ്ലീസിന്റെ പണി ഭർത്താവ് എടുക്കുമ്പോൾ നീ ഇബ്ലീസിനെ പ്രതിരോധിക്കണം. വഖാലിഫിൻ നഫ്സ വശൈത്വാൻ മിനൽ ജിന്നത്തി വന്നാസ്. പ്രതിരോധിക്കണം. വംബ്രതുഹാവരുത്, അങ്ങനെ ആവരുത്. അപ്പൊ ഒരു സംശയം ഉണ്ടാവും അവിടെ. പക്ഷെ ഭർത്താവൊക്കെ അങ്ങനെ പറയുമ്പോ വാട്ടേക്കാണ്ടു ഞാനെന്താ ചെയ്യല്? അവരൊക്കെ കുറച്ച് അറിവുള്ളവരും കൂടിയാണ് ആ കുടുംബം. നമ്മളെങ്ങനെ ചെയ്യാൻ? അതൊന്നും നോക്കണ്ട. നമ്മക്ക് വേണ്ടത് അള്ളാന്റെ പൊരുത്തം. വേറൊരു വർത്താനം ഇല്ല ഇതിന്. വേറൊരു വർത്താനം അള്ളാന്റെ പൊരുത്തമാണ്. ഭർത്താവിന്റെ വീട്ടുകാരൊക്കെ അങ്ങനെ പറയുമ്പോ ഭർത്താവ് അങ്ങനെ ചെയ്യുമ്പോ ഞാൻ എത്ര കാലം ഇത് പിടിച്ചു വെക്കല്? എത്ര കാലാന്നോ? വൈലേഹി തുർജഊൻ, അള്ളാഹിലേക്ക് പോകുന്നവരെ പിടിച്ചു വെക്കണം. അതിനും ഖുർആൻ തന്നെ പറയണില്ലേ? അതാ സൂറത്തു തഹരീം, മുൽക്ക് സൂറത്തിന്റെ തൊട്ടിപ്പുറത്തുള്ള സൂറത്ത്. അതല്ലേ വളറബല്ലാഹു മസലൻ. ഉമ്മമാരെ, നിങ്ങൾക്കതാ ഉദാഹരണം കൊണ്ടുവരുന്നത് ആരെ? ഇംറഅത്തു ഫിർഔൻ. ഫിറൗൻ എന്ന ഭർത്താവിന്റെ ധിക്കാരത്തിന്റെ മുന്നിൽ നെഞ്ചൂക്കോടെ പിടിച്ചു നിന്ന സയ്യിദത്തുന ആസിയ റളിയല്ലാഹു അൻഹ. എല്ലാ തമ്മാടിത്തത്തിനും മാടി വിളിച്ചിട്ടില്ലേ? മൂസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് വിശ്വസിക്കരുതെന്ന് നാഴികക്ക് 40 വട്ടം ഈ ഫിറൗൻ പറഞ്ഞിട്ടില്ലേ? എന്നിട്ട് ആസിയ ബീവി കൂട്ടുന്നു. വംബ്രതുഹുവായ, ഇല്ല ഇല്ല, വേറെ പെണ്ണായി. വംബ്രതു ആയിട്ടില്ല, വേറെ പെണ്ണായി. നന്നായി നെഞ്ച് നിവർത്തിയിട്ട് നിന്നില്ലേ?
മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ട് വിശ്വസിച്ചപ്പോൾ ആണിയുടെ ഫിറഔൻ 4 ആണി എടുത്തിട്ട് ചുമരിലേക്ക് മഹദിനെ അടിച്ചില്ലേ? ഒരു കേക്ക് ആണി അടിച്ച് കയറ്റിയില്ലേ? മറ്റേ കേക്ക് രണ്ടാമത്തെ ആണി, ഓരോ കാലിനും ഓരോ ആണികൾ, 4 ആണികൾ എടുത്ത് അടിച്ച് കയറ്റിയില്ലേ? നട്ടുച്ച വെയിലത്ത് സൂര്യപ്രകാശത്തിൽ നിർത്തിയിട്ട് വെയിലത്ത് നിർത്തി പൊരിച്ചില്ലേ? മഹദിനെ കടത്തിയിട്ട് ഒരു വലിയ കല്ലിടാൻ നോക്കിയപ്പോഴാണ് മഹദി പറഞ്ഞത്, റബ്ബിബ്നിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, നിന്റെ അടുത്തൊരു വീട് തരണേ. വീട് എല്ലാവർക്കും സ്വർഗത്തിൽ കിട്ടും, അത് പോരാ. അങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്ന ഒരു വീടൊന്നും എനിക്ക് വേണ്ട. പിന്നെ ഇൻദക, നിന്റെ അടുത്ത്. അതിനാണ് ഈ കളിയല്ലേ ഞാൻ കളിക്കുന്നത്. എന്റെ ഹസ്സും കുസ്സിനും ഭർത്താവെല്ലാം അങ്ങനെ ആവുമ്പോ, ഭർത്താവിന്റെ വീട്ടുകാരങ്ങനെ നിർബന്ധിക്കുമ്പോ നടക്കോ? നിങ്ങൾ ചോദിക്കുന്ന വാക്കിംഗ് അല്ലേ? വാക്കിംഗ് WALKING നടക്കോന്നല്ലേ? ഞാൻ പറയണത് ഓടും, റണ്ണിങ്ങാ പറയണത്. ഓടും. മഹദി നടത്തിയിട്ട് കാണിച്ചു തരണം നമുക്ക്. അങ്ങനെ ആരേലും എന്തും പറയുമ്പോഴേക്ക് വീണു പോവാനുള്ളതല്ല മോനെ. മുത്തല്ലിമായ കാലത്ത് നമ്മൾ ചിലപ്പോൾ നാട്ടിൽ നടക്കുമ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ചിലപ്പം ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന വർത്തമാനങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാം മോനെ, ഈ മുത്തല്ലിമായി ഓതിപ്പടിച്ച സക്കാഫി അമാനിയൊക്കെ ആയിട്ട് എന്താ കിട്ടേണ്ടത്? നിന്റെ അഞ്ചനതല്ലേ ഷോപ്പ് തുടങ്ങിയിട്ട് മാസാമാസം ഇത്ര കൊണ്ടുവരുന്നത്? നീ ഇപ്പം ബിരുദം എടുത്തൊരു മദ്രസ. അങ്ങനെയൊക്കെ കളിയാക്കാൻ ആളിഷ്ടം പോലെ ഉണ്ടാവും കൂട്ടുകാരെ. അപ്പോഴേക്ക് വീണു പോകാനുള്ളതാണോ ഈ ബിരുദമൊക്കെ, ഈ പഠനങ്ങളൊക്കെ? അല്ലല്ലോ. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഖസീദത്തുൽ മുഹമ്മദിയിലെ ബൂസരി ഇമാം പറഞ്ഞത്, മുഹമ്മദുൻ ഖായിമുൻ ലില്ലാഹി ദു ഹിമമി, അല്ലാഹുവിന് വേണ്ടി നെഞ്ചൂക്കോടെ നിന്നാളുടെ പേരാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തളർന്നിനോ? തങ്ങള് ജനിച്ച നാടിന്റെ പേരെന്നെ മക്കാന്നാ. ആ മക്കയിൽ ശിർക്കും കുഫറും കൊടികുത്തി വാണെന്ന ഒരു കാലായിരുന്നു. ലഫീൽ അലി മുബീന്റെ നാട്ടുകാരായിരുന്നു. ആ തെറ്റൊരു കുളമായിട്ടുണ്ടെങ്കിൽ ആ കുളത്തിൽ മുങ്ങിക്കുളിക്കുന്ന, കള്ളാറിൽ തത്തിക്കളിക്കുന്ന, സ്ത്രീകളെ എല്ലാ ലൈംഗികാവശ്യത്തിനും ഉപയോഗിക്കുന്ന, എല്ലാ വൃത്തികേടിനും കൂട്ടുനിൽക്കുന്ന യുദ്ധത്തിന്റെ വെറിയന്മാരായ ഒരു നാട്ടുകാരായിരുന്നു ജാഹിലിയ കാലഘട്ടക്കാരായ അറബികൾ. അന്നത്തെ ചരിത്രകാരന്മാര് മുഴുവനും വെണ്ടക്കാക്ഷരത്തിൽ ഇരുണ്ട യുഗം എന്ന് അടയാളപ്പെടുത്തിയ ഒരു കാലം. എന്നിട്ട് തങ്ങൾ നിവർന്ന് നിന്നില്ലേ? ഏതെങ്കിലും നബി തങ്ങളുടെ ഉമ്മ ഉപ്പ കുടുംബങ്ങളിലെ കാരണന്മാരും അമ്മാവന്മാരെല്ലാം പലരും ഈ ശിർക്കിന്റെയും കുഫറിന്റെ ഒക്കെ കൂട്ടാളികളായി അല്ലെങ്കിൽ അവരുടെ കൂടെ നടക്കുന്നവരായിട്ട് ഉണ്ടായിരുന്നു. എന്നിട്ട് ആ നാട്ടില് പെരും വർത്താനം വന്നില്ലേ? ഒരു ചെറുപ്പക്കാരനുണ്ട്, ആരോടും കൂട്ടുകൂടാതെ മാറി നടക്കുകയാണ്. നമ്മുടെ ആചാരവും പറ്റൂല, നമ്മുടെ വിശ്വാസവും പറ്റൂല. എന്താണ് ഉപ്പരടൊക്കെ ഇങ്ങനെ? ഈ വർത്താനം കൊണ്ട് തങ്ങൾ തളർന്നിനോ? നിർത്തിവെച്ചിനോ? ഈ പ്രാസ്ഥാനിക സംഘടനാ പ്രവർത്തനമൊക്കെ നിർത്തിവെച്ചിനോ? ഇല്ല, നിർത്തിയിട്ടൊന്നുമില്ല. 25-ാം വയസ്സിലാ ആദ്യത്തെ കല്യാണം നടക്കണത്. ലോകത്തെ ഏറ്റവും സൗന്ദര്യമുള്ള തങ്ങളുടെ ഹിസ്റ്ററിയിൽ ഒരു കണ്ണ് അടിച്ചതോ, ഒരു പെണ്ണിന് മിസ് കോൾ അടിച്ചതോ, ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചതോ ഈ ഒരു വർത്താനം ഉണ്ടായിട്ടില്ല. ഇല്ലേ? 63 കൊല്ലത്തിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഭാര്യനെ ചവിട്ടിയതോ കുത്തിയതോ, ഗാർഹിക പീഡനത്തിന്റെ കഥകളോ, ഭാര്യനോട് ചൂടായതോ, കുട്ടികളെ തല്ലിയതോ ആയ ഏതെങ്കിലും ഒരു കഥ, നെഗറ്റീവ് മെസ്സേജ് ഉണ്ടോ എന്ന് 10,000-കണക്കിന് കൊല്ലായി ഓറിയന്റലിസ്റ്റുകാർ പരതുന്നു. ലെൻസ് ഇട്ടിട്ട് നോക്കിയിട്ട് ഒന്ന് കിട്ടോ കളിയാക്കാന്, ട്രോളാനാന്ന്. ഇന്ന് വരെ ഒരു പുൽക്കൊടി കിട്ടിയിട്ടില്ല. കിട്ടോ? ഇല്ല. ഒരു തുമ്പ് കിട്ടീന? ഇല്ല. അള്ളാഹ്ക്ക് വേണ്ടി നിവർന്ന് നിന്നാളുടെ പേരാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശൈബ് അബി ത്വാലിബിൽ 3 കൊല്ലം ശത്രുക്കൾ പട്ടിണി കിട്ടത്, ഫുഡ് കൊടുക്കാതെ 3 കൊല്ലം. അന്ന് സ്വഹാബത്ത് തിന്ന സാധനം എന്താണെന്നറിയോ? മരത്തിന്റെ ഇലകൾ പറിച്ചിട്ടാ തിന്നത്. ഇലകൾ പറിച്ചിട്ട്. അന്ന് എന്തെങ്കിലും തിന്നാലല്ലേ കാഷ്ടിക്കും എന്തെങ്കിലും വരിക. അന്ന് തിന്നത് ഇലകളായതുകൊണ്ട് ആട് കാഷ്ടിക്കണ പോലത്തെ ചെറിയ ചെറിയ കാഷ്ടങ്ങളാ അന്ന് അവർക്ക് കാഷ്ടമായിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ആലോചിച്ചൊക്കെ വിസർജിയായിട്ടുണ്ടായത്. എന്നിട്ട് തങ്ങൾ തളർന്നിട്ട് നിർത്തിയിട്ട് പോയിരുന്നോ? ഇല്ലല്ലോ. ഉണ്ടായിരുന്നോ? ഇല്ല. ബദർ അപ്പുറത്തുനിന്ന് ഒട്ടകത്തിന് അറുത്തിട്ട് അടിച്ച് മാംസം കഴിക്കുക ശത്രുക്കള്. കള്ളാറിൽ തത്തിക്കളിക്കുക. നർത്തകിമാരായ സ്ത്രീകളെ കണ്ട് ആസ്വദിക്കാണ് അവര്.
എന്നിട്ട് ആർത്തനാഥങ്ങൾ മുഴക്കിയിട്ടാണ് അവരിങ്ങനെ യുദ്ധവെറിയന്മാരായിട്ട് വരുന്നത്. ഇപ്പുറം ഒരു ഈത്തപ്പഴത്തിന്റെ കഷ്ണമില്ലാത്ത പട്ടിണി പാവങ്ങളുടെ കൂടെ നിന്നിട്ടാ തങ്ങൾ അന്നും തളർന്നിട്ടൊന്നുമില്ല, അന്നും നിവർന്നിട്ടെന്നെ നിന്നത്. അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് നിന്റെ ദീനിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും എന്നാണ് തങ്ങളുടെ ഒരു പ്രഖ്യാപനം. ഈ നൃത്തം കണ്ടിട്ട്, ഈ നിവർന്ന നൃത്തം കണ്ടിട്ട് അള്ളാഹ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ലഅല്ലക ബാഖിഉൻ നഫ്സക്, ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടോ നബിയെ? എന്ത് ത്യാഗ തങ്ങൾ സഹിക്കണത്? തങ്ങൾ തടി നോക്കുന്നില്ലല്ലേ? എന്തെല്ലാം ത്യാഗങ്ങൾ അവിടുന്ന് സഹിച്ചു. ഉഹദ് 70 ആളെയല്ലേ ശത്രുക്കൾ വെട്ടി വെട്ടി കഷ്ണം കഷ്ണാക്കിയിട്ട് കൊന്നത്. ഇഷ്ടക്കാരനും ഏറ്റവും പ്രിയപ്പെട്ടവരുമായ ഹംസത്തുൽ കറാർ തങ്ങളെ ചാട്ടൂളി എറിഞ്ഞിട്ടല്ലേ കൊന്നത്. ചാട്ടൂളി കൊണ്ടപ്പോ മഹാനവറുകൾ എന്താ പറയാ, വിറച്ചിട്ട് താഴെ വീണുപോയി. ഈ വിറക്കാൻ പോലും ശത്രുക്കൾ വിട്ടിട്ടില്ലത്രേ. ഓടി വന്നിട്ട് കയ്യും കാലും ചവിട്ടി ഇഞ്ചിഞ്ചായി കൊല്ലാൻ വേണ്ടിയിട്ട് ഈർച്ച വാളെടുത്തിട്ട് ജീവനോടെ കഴുത്ത് മുറിക്കുകയാണ്. ആ വാള് കൊണ്ട് അവർ കഴുത്ത് മുതൽ പൊക്കൾ വരെ വലിച്ചു കീറുകയാണ്. അവര് 2 കൈ ഇട്ടിട്ട് തൊലി പൊളിച്ചെടുത്തിട്ടാ കരള് ചവച്ച് തുപ്പിയത്. ഇതും കണ്ടിട്ട് കുറെ വിതുമ്പി പോയിട്ടുണ്ട് തങ്ങള്. അപ്പോഴും തളർന്നിട്ടില്ല. യാ ഹംസ, യാ ഹംസ, കരഞ്ഞുപോയി. സഹാബത്ത് പറയുന്നുണ്ട് അവിടുത്തെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നേരം കരഞ്ഞ ഒരു നിമിഷമായിരുന്നു ഹംസ തങ്ങൾ കൊല്ലപ്പെട്ടപ്പോൾ. യാ കാശിഫൽ ഖുർബാത്ത്, എനിക്കെന്തെങ്കിലും പ്രശ്നം വന്നാൽ പരിഹരിച്ചേരുന്ന നിങ്ങൾ പോയല്ലോ. എന്നിട്ടും തങ്ങൾ നിർത്തിപ്പോയിട്ടൊന്നുമില്ല. ഹന്തക്ക് 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 കുഴിയെടുക്കുന്ന സമയത്ത് സഹാബത്ത് കാണിച്ചു കൊടുക്കുക തങ്ങളോട്, ഒന്നുമില്ലായിട്ട് തിന്നാനില്ലാത്തോണ്ട് ഈ തളരാതിരിക്കാൻ ഒരു കല്ലൊക്കെ കെട്ടിയിട്ട് ഇപ്പൊ നിവർന്ന് നിൽക്കണത് എന്ന്. അപ്പൊ തങ്ങള് കാണിച്ചു കൊടുക്കുന്നത് 2 കല്ല് അമർത്തി കെട്ടിയിട്ട് നിവർന്നിട്ട് തന്നെ നിൽക്കുന്നതാ. നിങ്ങൾ ഒന്നല്ലേ 2 കെട്ടിയിട്ടാടോ നിൽക്കണത്, 2 കെട്ടിയിട്ടാ മക്കളെ. അപ്പോഴും തളർന്നിട്ടില്ല, ഇരുന്നു പോയിട്ടില്ല. 2 കെട്ടിയിട്ടും നിവർന്നിട്ട് തന്നെ തങ്ങൾ നിന്നിരുന്നു. ഈ കാലങ്ങൾ മുഴുവൻ ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ച് നോക്കിയേ, എവിടെയെങ്കിലും തളർന്നിരുന്നു? അവിടുത്തെ ജീവിതത്തിൽ തളർന്നിരുന്നു? ഇല്ല. ത്വായിഫ് ഇഷ്ടക്കാരായ 2 പേര് കൊല്ലപ്പെട്ടപ്പോഴാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സമാധാനത്തിന് കുടുംബാംഗങ്ങളുള്ള ത്വായിഫിലേക്ക് ചെല്ലുന്നത്. അവിടുന്ന് കിട്ടിയത് കൂക്കി വിളികളാണ്, കല്ലേറുകളാണ്. എന്താ വിളിച്ച ചീത്താന്നറിയോ? ഭ്രാന്തന്. ലോകത്ത് അല്ലാഹു 100 ബുദ്ധിയെ സംവിധാനിച്ചിട്ട് ഒരു ബുദ്ധി ലോകത്തെ എല്ലാവർക്കും കൊടുത്തിട്ട് 99 ഫിറ്റ് ചെയ്തത് ആ ശറഫാക്കപ്പെട്ട തലച്ചോറിലാണ്. ഏറ്റവും അഖലന്നാസായ ബുദ്ധിമാനായ തങ്ങൾ കേൾക്കേണ്ടി വന്നത് ലോകത്തെ ഏറ്റവും വലിയ തെറിയായ ഭ്രാന്തന്ന. ഒരാളെ കള്ളുകുടി എന്ന് വിളിച്ചാൽ കള്ളു കുടിച്ചു എന്നേ അതിന്റെ അർത്ഥമുള്ളൂ. ഒരാൾ മോഷണം നടത്തിയാൽ കള്ളൻ എന്ന് വിളിച്ചാൽ മോഷണം നടത്തിയെന്നേ അർത്ഥമുള്ളൂ. ഒരാളെ ഭ്രാന്തൻ എന്ന് വിളിച്ചാൽ അതിന്റെ അർത്ഥം എന്താ അറിയാ? നിങ്ങൾ ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, നിങ്ങൾ ഭ്രാന്തായിട്ട് പറയുന്നതാണ്, നിങ്ങൾക്ക് പിരാന്താന്ന അതിന്റെ അർത്ഥം. അതും കേൾക്കേണ്ടി വന്നു ലോകത്തെ ഏറ്റവും വലിയ നേതാവ്. എന്നിട്ട് തളർന്ന നിർത്തിപ്പോയോ? ആരും സഹഭാരവാഹികളെ സംഘടനയിൽ കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാനും പോക്കായി എന്ന് പറഞ്ഞ ഇല്ല. നീ പറഞ്ഞിട്ട് തന്നെ തങ്ങൾ നിന്നിരുന്നു. എഴുന്നേൽപ്പിക്കാമെന്ന വ്യാജേന കുട്ടികൾ വന്നിട്ട് എഴുന്നേൽപ്പിച്ചിട്ട് വീണ്ടും കല്ലേറ് കിട്ടിയില്ലേ ത്വായിഫിന്ന്? തങ്ങൾ എഴുന്നേൽക്കുന്ന സമയത്ത് അവിടുത്തെ കാലിൽ നിന്ന് രക്തം വാർന്നൊഴുകിയിട്ട് ധരിച്ചിരിക്കുന്ന ചെരുപ്പ് മുഴുവനും ബ്ലഡിന്റെ കളറായി പോയി എന്ന് ചരിത്രത്തിൽ നമ്മൾ വായിച്ചിട്ടില്ലേ? അപ്പോഴും തളർന്നിട്ടില്ല. അപ്പോഴും തളർന്നിട്ടില്ല, എന്തേലും പറഞ്ഞിട്ടൊന്നുമില്ല. ത്വായിഫുകാരെ നശിപ്പിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ വേണ്ട ജിബിരിയില്ലേ, അടുത്ത സംഘടനാ വർഷമെങ്കിലും ഒരു ക്യാമ്പയിൻ കാലത്ത് മെമ്പർഷിപ്പ് കിട്ടുമോ എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയല്ലേ തങ്ങൾ ഇരുന്നത്. തളർന്നിട്ടൊന്നുമില്ല. ഇല്ല. സ്വന്തം ഭാര്യ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ, ആയിഷ ബീവിക്കെതിരെ വ്യഭിചാരോപണം ഉന്നയിച്ച കാലുണ്ടായിരുന്നു. നിങ്ങൾ വിചാരിക്കും മക്കത്ത് നിന്ന് ഈ പ്രശ്നങ്ങളുള്ളൂ എന്ന്. മദീനത്ത് നിന്ന് എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. സ്വന്തം ഭാര്യക്കെതിരെ വ്യഭിചാരോപണം ഉന്നയിക്കപ്പെട്ട കാലുണ്ടായില്ലേ? എന്നിട്ട് തളർന്നിരുന്നു. ഏതെല്ലാം വഴിയെ തങ്ങൾ തളർത്താൻ നോക്കിയിരുന്നു. മദീനയിൽ പോയപ്പോ ജൂതന്മാര് പല ചോദ്യങ്ങളുമായിട്ട് വന്നില്ലേ? മക്കക്കാര് പൊതുവിൽ വിവരമില്ലാത്തവരാണ്, അതുകൊണ്ട് നമ്മൾ നല്ല വിവരമുള്ളവരാണെന്ന് ബോധ്യപ്പെടുത്തും വിധത്തിലുള്ള ശ്രമങ്ങൾ ജൂതന്മാരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അവര് ചോദ്യം ചോദിച്ചു, ഒരു ഗർഭസ്ഥ ശിശു ആണാവുന്നത് എങ്ങനെ, പെണ്ണാവുന്നത് എങ്ങനെ?
ചോദ്യം തന്നെ ആദ്യമായിട്ട് കേൾക്കുന്നത് കൊണ്ട് തങ്ങൾ ഉത്തരത്തിന് മുട്ടിയോ? ഇല്ല, മണിമണിയായി ഉത്തരം പറഞ്ഞു കൊടുത്തു. ആ ഇസ്കന്ദർ രാജാവിനെ കുറിച്ച് പറഞ്ഞുതരുമെന്ന അടുത്ത ചോദ്യം. അലക്സാണ്ടർ ഗ്രേറ്റ് എന്ന രാജാവിന്റെ എല്ലാ കഥകളും വിവരിച്ചു കൊടുത്തില്ലേ തങ്ങള്? ഒരു സ്ഥലത്തും മുട്ടുമടക്കിയിട്ടില്ല തങ്ങള്. അപ്പോൾ പിന്നെ ഹിജാബിനെ കളിയാക്കുമ്പോഴേക്ക് മാറ്റിവെക്കേണ്ട തുണിക്കഷ്ണമല്ല ഹിജാബ്. തലീക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോ ഒരു മുത്തല്ലിമിന ആരെങ്കിലുമൊക്കെ കളിയാക്കുമ്പോ എല്ലാ മൗലന്മാരും കണക്കന്നെന്നൊക്കെ വൃത്തികെട്ട വർത്താനൊക്കെ ആരെങ്കിലും പറയുമ്പോക്ക് കമ്മിറ്റിക്കെതിരെ എന്തെങ്കിലും ജനറൽ ബോഡിയിൽ 4 ചോദ്യം ചോദിക്കുമ്പോഴേക്ക് ഗ്രൂപ്പ് ഒന്ന് ലെഫ്റ്റ് അടിക്കരുത് മോനെ. അയ്യേ, അതിനാ പ്രസിഡന്റും സെക്രട്ടറിയും ഭാരവാഹികളൊക്കെ ആയത് ആണോ? അല്ല അല്ല. ആദ്യത്തെ പ്രതിസന്ധിയും ആദ്യ പ്രാതികൂല്യ സാഹചര്യവും വരല് വീട്ടിൽ നിന്ന് തന്നെ ആയിരിക്കും. അതുകൊണ്ടെന്താ, ഉസ്മാൻ റളിയല്ലാഹു വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളല്ലേ? എന്നിട്ട് എന്തെങ്കിലും തളർന്നിനോ? മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഹംസ തങ്ങളുടെ കൂടെ ഒന്നിച്ച് കിടക്കുന്നുണ്ട്. ഉഹദിന്റെ ആ വേലിന്റെ ഉള്ളിലേക്ക് കൂടി നോക്കിയാൽ ആ 2 ഖബറും നമുക്ക് 2 കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റും. ആ മിസ്അബ് ഇബ്നു ഉമൈർ തങ്ങൾ കോടീശ്വരനായിരുന്നില്ലേ? ദീനുൽ ഇസ്ലാം പുലിയതിന്റെ പേരിൽ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളല്ലേ? ഓരോ ദിവസവും പുതിയ ഓരോ ഡ്രസ്സ് ധരിച്ച് വരുന്ന ആളായിരുന്നില്ലേ? വഫാത്താവുന്ന സമയത്ത് ഒരു കഫപട പോലും ഫുള്ള് മറക്കാനില്ലാതെ കഷ്ടപ്പെട്ടില്ലേ? തളർന്നിരുന്നു? ഇല്ല. അബ്ദുള്ള എന്നൊരു സ്വഹാബി ഉണ്ട് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഏറെ പേർക്കൊന്നും പരിചയം ഉണ്ടാവില്ല. അവരെ വിളിപ്പേരാണ് നാട്ടിൽ പൊതുവിൽ കേൾക്കുന്ന പേര് ദുൽബിജാദൈനി. എന്താണ് ആ പേര് വരാനുള്ള കാരണം? ഇസ്ലാമിക പ്രവർത്തനം ആരംഭിച്ചപ്പോൾ മതം സ്വീകരിച്ചതിന്റെ പേരിൽ വീട്ടിൽ നിന്ന് പുറത്താക്കിയതാ. ഒരു പുതപ്പിന്റെ കഷ്ണം കൂടി എറിഞ്ഞിട്ട് പറയാ, ഇതേ നിനക്ക് ഈ വീട്ടിൽ നിന്നുള്ളൂ, ഇനി ഒരു സാധനം ഇവിടുന്ന് എടുക്കാൻ പറ്റൂല, അവകാശമില്ല. ഒരു പുതപ്പിന്റെ കഷ്ണമായിട്ട് മഹാനവർകൾ മദീനയിലേക്ക് പോവുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, തങ്ങളുടെ അടുത്തേക്ക് ആരും ഇല്ല എന്ന ഘട്ടം എത്തിയപ്പോൾ ആ പുതപ്പിനെ 2 പീസാക്കിയിട്ട് ഒന്ന് ഉടുത്തു, ഒന്ന് പുതച്ചു. തങ്ങൾ കണ്ട ഉടനെ തന്നെ വിളിച്ചു, ദുൽ ബിജാദൈനി, 2 പുതപ്പും കഷ്ണത്തിന്റെ ആളാണല്ലോ എന്ന്. കണ്ടോ? അങ്ങനെ ദഅവ പ്രവർത്തനങ്ങളിൽ മുന്നേറി അവസാനം വഫാത്താവുന്ന ഘട്ടത്തിൽ മഹാനവറുകളുടെ ഖബർ കുഴിച്ചപ്പോ ഖബറിലെ കുഞ്ഞു കുഴി നബി തങ്ങളുടെ ശറഫാക്കപ്പെട്ട കൈകൊണ്ട കുഴിച്ചെടുത്തത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളാ ആ മയ്യത്തിന് എടുത്തു വെക്കണത്. ഇത് കാണുന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാനൊക്കെ ഈ അബ്ദുല്ലാഹി തങ്ങൾ എന്ന ദുൽബിജാദൈനി റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ 15 കൊല്ലം മുമ്പ് ഇസ്ലാം സ്വീകരിച്ചിരുന്നു. ഈ തൗഫീഖ് എനിക്ക് കിട്ടിയില്ലല്ലോ, വിചാരിച്ചു പോയി ഈ മയ്യത്ത് ഞാനായാ മതിയായിരുന്നു. ചില SSFകാരുടെ ഉപ്പമാര് മരിച്ചാൽ, SOSകാർ മരണപ്പെട്ടാൽ അവർക്ക് കിട്ടുന്ന വാട്സപ്പ് വഴിയും ഫാമിലി ഗ്രൂപ്പ് വഴിയും ഒക്കെ കിട്ടുന്ന കോടിക്കണക്കിന് തഹ്ലീലും ലക്ഷക്കണക്കിന് ഹൈറാത്തുകളും ആയിരക്കണക്കിന് ഖത്മുകളൊക്കെ കാണുമ്പോൾ ചിലപ്പോഴൊക്കെ ചില സംഗമങ്ങളിൽ വലിയ ഉസ്താദുമാരെന്നെ പറയാറുണ്ട്, ഈ മയ്യത്ത് ഞാനായാ മതിയായിരുന്നു. അങ്ങനെ ആരെങ്കിലൊക്കെ എന്തെങ്കിലും പറയുമ്പോഴേക്ക് നിർത്തിവെക്കാനുള്ളതാണ് നമ്മളെ ദീൻ അല്ല. വമ്രത്തുഹു ആവാതെ ആസിയ ബീവിയാവും. തെറ്റിന് കൂട്ടു നിൽക്കാതിരിക്കുക. ഇനി തിരിച്ച് ഇതുവരെ പറഞ്ഞത് ഭർത്താവ് തെറ്റ് ചെയ്യുമ്പോൾ ഭാര്യ കൂട്ടുകരുത് എന്നാ. ഇനി എന്താ പറയേണ്ടത് തിരിച്ചാവുമ്പോ? ഭാര്യ തെറ്റ് ചെയ്യുമ്പോൾ ഭർത്താവും കൂട്ടുകരുത്. നിങ്ങളെ ക്ഷണിക്കുന്നത് സൂറത്തു സോഫാത്ത് 22-ാമത്തെ ആയത്ത്. ക്ഷണിച്ച ഏത് സൂറത്തും നിങ്ങൾക്ക് അപരിചിതമായ സൂറത്തല്ല. സൂറത്തു തഹരീമായിരുന്നു നേരത്തെ ആസിയബിയുടെ കഥ പറയുമ്പോൾ. അത് മുൽക്ക് സൂറത്തിന്റെ അയൽപക്കത്തുള്ള സൂറത്താണ്, അതുകൊണ്ട് കണ്ടുപരിചയം ഉണ്ടാവും. ഇത് സൂറത്തു സോഫാത്ത് യാസീൻ സൂറത്തിന്റെ തൊട്ടിപ്പുറത്തുള്ളതാണ്, അതുകൊണ്ട് നമ്മൾ കാണും. ആദ്യത്തെ പേജിൽ എന്നാ 22-ാമത്തെ ആയത്തും ചെറിയ ആയത്തുകളായതുകൊണ്ട്. എന്താ ആ ആയത്തിൽ പറയണത്? നരകവാസികളായ മനുഷ്യർ, ഇഷ്റുല്ലദീന ലലമു, ആക്രമണം ചെയ്ത് തമ്മാടിത്തം ചെയ്ത മനുഷ്യരെ ഒരുമിച്ച് കൂട്ടു. എല്ലാരെയും ഒന്നിച്ച് വിളിക്കൂ. അവരെ ഒരുമിച്ച് കൂട്ടു. വിളിക്കൂ. അവരെ മാത്രം പോരാ, വഅസ്വാജഹും, അവരുടെ ഭർത്താക്കന്മാരെയും. എന്തോ ഒന്നും കൂടി പറയാവോ? പറയാനല്ലേ ഇവിടെ വന്നു. ഇഷ്റുല്ലദീന ലലമു, തമ്മാടികളെ നരകത്തിലേക്ക് വിളിക്കൂ, ഒരുമിച്ച് കൂട്ടൂ. വഅസ്വാജഹും, അവരുടെ ഭർത്താക്കന്മാരെ. ഭർത്താക്കന്മാരെ എന്നല്ലേ അതിന്റെ അർത്ഥം?
അതിന്റെ അർത്ഥം അപ്പോൾ മനസ്സിലായി, ആദ്യം ചെയ്ത തമ്മാടികൾ എന്ന് വിളിച്ച ആ ടീം പെണ്ണുങ്ങളാണ്. അതുകൊണ്ടാണ് ശേഷം വാസ്വാജഹും അവരുടെ ഭർത്താക്കന്മാർ എന്ന് പറഞ്ഞു. എന്താ ആദ്യം പെണ്ണുങ്ങളെ പറയാനുള്ള കാരണം? അവരാണ് തമ്മാടിത്തത്തിന് നേതൃത്വം നൽകിയത്. പിന്നെ രണ്ടാമത് ഭർത്താവിനെ കുറിച്ച് പറയാനുള്ള കാരണം അത് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ലി അന്നഹു അത്വഅ, പെൺകൂസനായി. ഓള് പറയുമ്പോ എന്താ ചെയ്യല് ഉസ്താദേ? ലോൺ എടുത്തു എന്നാ. അതെ, എൻഗേജ്മെന്റ് ലോൺ എടുക്കാനാ. അതെ, അതെ, അത് വീട്ടിലെല്ലാരും പറയുന്നു, പെങ്ങന്മാരും മറ്റല്ലോ. എന്ത്? നമുക്ക് കുടുംബത്തിന് ഒരു പ്രസ്റ്റേജ് ഉണ്ട്, സ്വർണ്ണം ഒന്നും കൊടുക്കാണ്ടാവില്ല. അങ്ങനെ പറയുമ്പോ ഞാൻ എന്താ ചെയ്യുക? ഞാൻ ഒരു ഓട്ടോ ഓടിച്ചിട്ട് എന്താ ആക്കേണ്ടത്? അയ്യേ, പെൺകൂസാന്നാണ് ഈ അയ്യേന്റെ അർത്ഥം. അയ്യേ, ഇവിടെ രണ്ട് ആംഗിളിലൂടെ സംസാരിക്കണം. ഒന്ന്, പെണ്ണൊരിക്കലും, പെണ്ണല്ല ആണായാലും ഈ ആയത്ത് വെച്ച് പറയാണ് തെറ്റിന് നേതൃത്വം നൽകരുത്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ടുള്ള വിശദീകരണങ്ങളിൽ, ഷറാവിയുടെ വിശദീകരണങ്ങളിൽ കാണാം, ഭർത്താവിന് കഴിവില്ലാത്തത് കൽപ്പിക്കുന്ന ഭാര്യമാരെയാണ് ഇവിടെ പ്രധാന താല്പര്യം. ലോണാണെങ്കിൽ ലോൺ, ഒരു വണ്ടി എടുക്കും മനുഷ്യ. അങ്ങനെയല്ല നോക്കി ഇപ്പൊ നടക്കോ? കണ്ടാ കണ്ടാ, അത്യാവശ്യം ദിർഹമോ ദീനാറോ ഉണ്ടാക്കിയിട്ട് നിക്കാഹ് ആവുമ്പോഴേക്ക് മെഹർ വാങ്ങണമെന്ന് വിചാരിച്ച് നാട്ടിലെത്തുന്ന ചെറുപ്പക്കാർക്ക് നാട്ടിലെ പെങ്ങന്മാരുടെയും ഉമ്മമാരുടെയും നിർബന്ധം കൊണ്ട് എൻഗേജ്മെന്റിൽ തന്നെ മെഹർ വാങ്ങേണ്ട ഏകദേശം പണം തീർന്നു. മൂഡ് ഓഫിന്റെ ഇമോജി ഇട്ടിട്ടാണ് പിന്നെ തിരിച്ച് ഗൾഫിലേക്ക് പോക്ക്. നിക്കാഹ് കഴിഞ്ഞിട്ട് അതിന്റെ ഉമ്മ എന്തല്ലോ കഴിഞ്ഞെന്ന് പറഞ്ഞാല് ഒന്ന് പൈസ കഴിഞ്ഞു, ഫുള്ള് കഴിഞ്ഞു. ഇതന്നെ പറയണം. ആ പെണ്ണുങ്ങണ്ടല്ല വലിയ വിളിക്കും, വല്ല വനിതാ ക്ലാസ് ഓൺലൈൻ ക്ലാസ് അല്ല സജീവ, ഇങ്ങോട്ട് പാടാ, ഇങ്ങോട്ട് പാ. അപ്പൊ ചില ഉപ്പമാർ പറയും, ഞാനെന്നല്ല ഉസ്താദ് എന്റെ ഭാര്യോൾ അങ്ങനെയാ. അതിനെന്നെ പറയുന്നത് വാസ്വാജഹും. ആ പൊട്ടനായ പെൺകൂസനില്ലേ, അതിനെയും വിളിക്കും. ഞാനെന്റെ ഭാര്യ എന്നല്ല, നെഞ്ചൂക്കൂടെ നിക്കണം, നെഞ്ചൂക്കൂടെ നിക്കണം. നമ്മളെ സുന്നത്ത് ജമാഅത്ത് തെളിയിക്കേണ്ടത് മെമ്പർഷിപ്പ് ക്യാമ്പയിനിലല്ല, ഹൗസ് വാമിങ്ങിന്റെ പരിപാടിയുടെ അന്നും മക്കളുടെ നിക്കാഹിന്റെ അന്നുമാണ്. അന്ന് നമ്മൾ സുന്നത്ത് ജമാഅത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് തെളിയേണ്ടത്. കീശയിലെ മെമ്പർഷിപ്പിലല്ല സുന്നത്ത് ജമാഅത്ത് എടുക്കട്ടെ. നമ്മൾ തെളിയിക്കേണ്ടത് വീട്ടിലെ സൽക്കാരത്തിന്റെ അന്നാ. അതാണ് തെളിയേണ്ടത്. വാസ്വാജഹും, ഓരോ ഭർത്താക്കന്മാരെയും വിളിക്കുക. അതാണ് പ്രശ്നം. അപ്പോൾ മിനൽ ജിന്നത്തി വന്നാസ് എന്ന ആയത്തിനെ വിശദീകരിക്കാനാണ് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇണകളിലും ഉണ്ടാവും. അതിന് ആയത്ത് വേറെ ഉണ്ട് കേട്ടോ, ഇണകളിലും ഉണ്ടാവും. ഭാര്യ ഇബിലീസിന്റെ പണിയെടുക്കുന്ന ഉദാഹരണം പറഞ്ഞു, ഭർത്താവ് ഇബിലീസിന്റെ പണിയെടുക്കുന്ന ഉദാഹരണവും പറഞ്ഞു. ഇനി അടുത്ത ഒരു പാർട്ടും കൂടി പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കാം. പ്രസംഗം ദീർഘിച്ചത് കൊണ്ടല്ല, സമയം ദീർഘിച്ചല്ലോ. അടുത്തൊരു പാർട്ട് കൂട്ടുകാരാണ്. കൂട്ടുകാരെ കൊണ്ട് സ്വർഗത്തിലെത്തുന്നവരും ഉണ്ട്, കൂട്ടുകാരെ കൊണ്ട് നരകത്തിലെത്തുന്നവരും ഉണ്ട്. ഇനി പറയുന്നത് നല്ല ശ്രദ്ധയോടെ കേൾക്കണം. നമുക്ക് കൂട്ടുകാര് ഉണ്ടാവലാണോ നല്ലത്, അല്ല ഞാൻ ഒറ്റക്ക് ജീവിച്ചിട്ട് അങ്ങനെ മുന്നോട്ട് പോക്കാണോ നല്ലത്? അല്ല, നല്ല കൂട്ടുകാർ ഉണ്ടാവണം എന്നാണ് ഇസ്ലാം പറയണത്. നല്ല കൂട്ടുകാരുണ്ടാവണം. എന്തേ? കുറെ നല്ല കൂട്ടുകാരുണ്ടായാൽ നല്ല കൂട്ടുകാർക്ക് ബാക്കിയുള്ള ആൾക്കാരെയും സ്വർഗത്തിൽ എത്തിക്കാനുള്ള റെക്കമെൻഡിന്റെ അധികാരം കൊടുക്കുമ്പോൾ നിന്റെ പേര് അവന്റെ ഹൃദയത്തിൽ വന്നാൽ ആ കൂട്ടുകാർ വഴി നീ രക്ഷപ്പെടുമല്ലോ എന്നാണ് മതം നമ്മളോട് പറയണത്. അല്ല ഞാൻ ആരെപ്പോഴും കൂട്ടുകൂടില്ല, അങ്ങനെയല്ല നല്ലത്. കൂട്ടുകാരൊക്കെ ഉണ്ടാവണം, കൂട്ടുകാരുണ്ടാവണം. കാരണം നരകത്തിലെത്തിയ മനുഷ്യൻ വിളിച്ചു പറയണത് മാലനാമിൻ ഷഫീഅ, കൈപിടിക്കാൻ ഒരു നല്ലാൾ ഇല്ലല്ലോ എന്ന ടെൻഷനായിരിക്കും. അപ്പൊ കൈപിടിക്കാൻ പറ്റിയ ആളാവണം നമ്മുടെ കൂട്ടുകാർ. ഒറ്റയ്ക്ക് ജീവിക്കാതെ നല്ല കൂട്ടുകാരോടൊപ്പം കൂട്ടുകൂടണം.
തെറ്റിലേക്ക് വിളിച്ചു കൊണ്ടുപോകുന്ന കൂട്ടുകാർ ഇപ്പൊ നല്ല സുഹൃത്തുക്കളായിരിക്കും. ചിലപ്പം വേണമെങ്കിൽ ആ തെറ്റിന് നിനക്കെന്നെ റീചാർജ് ചെയ്ത് തരും മൂപ്പര്. അത് മോട്ടിവേഷൻ നൽകിയിട്ടും ഫണ്ട് നൽകിയിട്ടും ഒക്കെ നിനക്ക് റീചാർജ് ചെയ്ത് തരും. തെറ്റിലേക്ക് നിന്നെ വിളിക്കും. ഇപ്പോൾ അയാൾ നല്ല കൂട്ടുകാരനാണെങ്കിലും അയാൾ ശത്രുവാകുന്ന കാലം ആഖിറത്തിൽ നിനക്ക് കാണാമെന്ന് ഖുർആൻ പറയുന്നു. അൽ അഖില്ലാഹു യൗമഇദിൻ ബഅ്ളുഹും ലിബഅ്ളിൻ അദു ഇല്ലൽ മുത്തഖീൻ, സൂറത്തു സുഖ്റുഫ്. ഇവിടെ സുഹൃത്തുക്കളായ പലരും അവിടെ ശത്രുക്കളാവും. ആ ആയത്തിനെ വിശദീകരിക്കുന്ന മഹാന്മാരെങ്ങനെയാ വിശദീകരിക്കുന്ന അറിയോ? ഉത്തമ സുഹൃത്തുക്കൾ കഠിന ശത്രുക്കളാകുന്ന കാലം, അങ്ങനെയാ വിശദീകരിക്കുന്നത്. അന്ന് ഒരാൾ മറ്റേയാളോട് പറയും, നീയല്ലേ എന്നെ തെറ്റു പഠിപ്പിച്ചത്, ഞാൻ പഠിപ്പിച്ചെന്ന് വെച്ചിട്ട് നീ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, നീയല്ലേ അത് നിർബന്ധിച്ചത്, എനിക്ക് അങ്ങനത്തെ അറിയുന്നില്ല, നീയല്ലേ ആ ലിങ്ക് എനിക്ക് അയച്ചെന്നതിന് MDMന് മറ്റേ ആ ഏജന്റിനെ പരിചയപ്പെടുത്തി തന്നെ ആ പെണ്ണിനെ കോളേജിൽ നിന്ന് +2 ഡിഗ്രി ഫസ്റ്റ് ഇയറിന് സെറ്റാക്കി തന്നത്, നീ എന്ത് ബെസ്റ്റ് അങ്ങനെ എന്തെല്ലാം പറഞ്ഞു. അതിന് ഞാൻ സെറ്റാക്കി ഇവരടിയായിരിക്കും, അടീന്ന് പറഞ്ഞ അടി. ഇൻസ്റ്റയിൽ പ്രൈവറ്റ് ഗ്രൂപ്പുകാർ ജാഗ്രതയെ. ഇപ്പൊ ഏത് തമ്മാടിത്തത്തിനും കൂടെ നിന്ന ആള്, വീഡിയോ കോൾ ചെയ്യാൻ നിർബന്ധിച്ച ആള് ശത്രുവാകുന്ന ഒരു കാലം വരും മോനെ, ശത്രുവാകുന്ന ഒരു കാലം വരും. ഇല്ലൽ മുത്തഖീൻ, സ്വാലിഹീങ്ങള് ശത്രുവാവല് പോയിട്ട് അവര് സ്നേഹം കൂടെ ചെയ്യല്. കാരണം അവര് വേറെ എവിടെയോ ഉണ്ടാവുമ്പോ അവരെ അള്ളാഹു ഒന്നിച്ചാക്കിയിട്ട് വിളിക്കും, അയിനല്ലദീന മുതഹാബ്ബീന ഫിയ ഉളില്ലുഹു യൗമ ലാ ളില്ല ഇല്ല ളില്ലി. വരി നിങ്ങളെന്താ അങ്ങനെ ഇങ്ങോട്ട് വാ. ഈ സ്വാലിഹീങ്ങളുടെ ബേക്കിൽ ഈ തമ്മാടികളായ തെറ്റുകാര് ബേക്കിൽ ഒളിച്ചു നിൽക്കാൻ ശ്രമിക്കുമ്പോഴാണ് അള്ളാഹ് പറയാ, വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. പോ, എന്താണ് അടുക്കുന്നത്? പോ മക്കള് വാ. ഉളില്ലുഹു യൗമ ലാ ളില്ല ഇല്ല ളില്ലി. ഇതിനാണ് കൂട്ടുകാരെ SSF, ഇതിനാണ് SOS. നല്ല കുറെ കൂട്ടുകാരെ കിട്ടാൻ അത് വേണം. അർശിന്റെ തണലിലേക്ക് പോകണം. അത് അള്ളാഹ് വിളിക്കുന്ന ഒരു വിളിയാണ്. ഐനൽ മുതഹാബ്ബീന ഫിയ, എന്റെ മാർഗത്തിൽ ഒരുമിച്ച് കൂടിയവർ, സ്നേഹിച്ചവർ. മുതജാലിസീന ഫിയ, എന്റെ മാർഗത്തിൽ മീറ്റിംഗ് കൂടിയവർ, ഒരു ഗ്രൂപ്പിൽ ആയവർ, നല്ലതിനു വേണ്ടിയുള്ള കൂട്ടായ്മകൾ. വരൂ 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 വരൂ. അവിടെ നമ്മളുണ്ടാവും. അവിടെയാണ് നമ്മൾ. നമ്മുടെ കൂട്ടുകാര് മുഴുവനും നല്ല കൂട്ടുകാരായിരിക്കണം. ഇസ്ലാമിൽ കൂട്ടുകാരെ എല്ലാവരെയും ആക്സെപ്റ്റ് ചെയ്യാനൊന്നും പറ്റൂല. വരുന്ന റിക്വസ്റ്റുകൾ മുഴുവൻ ആക്സെപ്റ്റ് ചെയ്യാൻ മുസ്ലിമിന് പറ്റില്ല. നമ്മളെ കൂട്ടുകാരായിരിക്കണം? 5 ഗുണങ്ങൾ ഉണ്ടാവുമ്പോഴാണ് ഒരാൾ നല്ല കൂട്ടുകാരനാവുന്നത്. ഇമാം ഗസാലി റഹിമഹുള്ള തന്റെ ബിദായത്തുൽ ഹിദായയിൽ അത് വിശദീകരിക്കുന്നുണ്ട്. ഒന്ന്, അൽ അഖൽ, ബുദ്ധിയുള്ള ആളാണ് എന്ന് പറഞ്ഞാൽ ആരാണ് ബുദ്ധിമാൻ? ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷന് പകരം ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ ആണ് യഥാർത്ഥത്തിൽ എനിക്ക് വേണ്ടത് എന്ന് ചിന്തിക്കുന്ന ആളാ ബുദ്ധിമാൻ. എന്ന് പറഞ്ഞാൽ നാളത്തെ സുഖം കിട്ടാൻ വേണ്ടി ഇന്നത്തെ സുഖം കുറച്ചൊന്ന് മാറ്റി വെക്കുക, അതാണ് ബുദ്ധി എന്ന് പറയുന്നത്. അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. പുതിയ പടങ്ങൾ അനുസരിച്ച് കുറെ ബൈഹേട്ട് ചെയ്യലല്ല ബുദ്ധി. നാളേക്ക് വേണ്ടി എന്ത് ചെയ്യണം, അതിന് ചെറിയ സുഖമൊക്കെ മാറ്റി വെക്കേണ്ടി വരും. അലാറം വെക്കുന്നത് ഒരു ബുദ്ധിമാന്റെ പരിപാടിയാ. എന്തിന്? സ്റ്റഡി ലീവിന് കുറച്ച് നേരത്തെ ഉണർന്ന് പഠിക്കാൻ. ഉറക്കം 3 മണിക്ക് കട്ട് ചെയ്യൽ ഒരു സുഖം ഒഴിവാക്കലല്ലേ? യെസ്. ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ഇപ്പോഴത്തെ ഒരു സുഖം ഒഴിവാക്കലല്ലേ? അതെ. എന്നാലും ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ നാളത്തെ ഒരു സുഖം കിട്ടാൻ വേണ്ടി ഇന്നത്തെ സുഖം ഒഴിവാക്കല. അതെ അല്ലേ? അതെ. NH-ൽ ഹൈവേയിൽ പുതിയ റോഡിൽ ഒരു 100-ലും 50-ലും വിടാൻ നല്ല സുഖമല്ലേ? അതെ. അപ്പോഴാണ് മുന്നിലൂടെ ഒരു ഉമ്മാമ ഒരു ഉപ്പാപ്പ നടന്നു പോണത്. ബ്രേക്ക് ചവിട്ടാൻ നമുക്ക് ചെറിയൊരു മടിയില്ലേ? ഉണ്ട്. എന്നാലും ആ മടിയോടെ ആ സുഖം ബ്രേക്ക് ചെയ്യുന്നത് എന്തിനാ? നാളത്തെ ഒരു സുഖത്തിന് വേണ്ടി. കാലാകാലം ജയിലിൽ കിടക്കാതിരിക്കാൻ, ഒരു ജീവൻ നഷ്ടപ്പെടുത്താതിരിക്കാൻ. ഇതാണ് ബുദ്ധി എന്ന് പറയുന്നത്. ഈ ബുദ്ധിയുള്ള ആളപ്പരെ നമ്മൾ കൂട്ടുവിടാൻ പാടില്ല. അല്ലാതെ ഡിഗ്രി ഫൈനൽ ഇയർ ആണ്, ലാസ്റ്റ് മോളെ കല്യാണം, അടിച്ചു പൊളി, ഇതല്ല ബുദ്ധിമാൻ.
അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ഒന്നാമത് നമ്മുടെ കൂട്ടുകാർക്ക് ഉണ്ടാവേണ്ട ക്വാളിറ്റി നാളേക്ക് വേണ്ടി പണിയെടുക്കുന്ന കൂട്ടുകാരാവണം. അതുകൊണ്ടാണ് SSF കഴിഞ്ഞ മാസം സംഘടനയുടെ മുഴുവൻ ജില്ലകളിലും കേരളത്തിൽ സ്റ്റുഡൻസ് ഗാല എന്ന പേരിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ഒരു സമ്മേളനം നടത്തി. 10,000 ഒരുമിച്ച് കൂടിയ ജില്ലാ സമ്മേളനങ്ങളിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത തിയറി തന്നെ നോ ക്യാപ്, ഇറ്റ്സ് ടുമാറോ. മോനെ നാളെ ആവുന്നുണ്ട്, നാളെ ആയിട്ടുണ്ട്, പറയുമ്പോഴേക്ക് നാളെയാവുകയാണ്. ആ നാളേക്ക് വേണ്ടി നീ പണിയെടുക്കണം. SSFന്റെ ഓരോ പ്രമേയങ്ങളും ഒരുപക്ഷെ മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ പല ഭാഷകളിലും നമ്മൾ കണ്ടേക്കാം. ഒരായത്തിന്റെ, ഒരു ഹദീസിന്റെ റെലവന്റ് ആയ കോണ്ടെക്സ്റ്റ് വെച്ചിട്ടായിരിക്കും പ്രമേയങ്ങൾ നിർമ്മിക്കപ്പെടുന്നത്. നാളേക്ക് വേണ്ടി പണിയെടുക്കണം, ഇല്ലേ? നാളേക്ക് വേണ്ടി. അപ്പൊ നമ്മുടെ കൂട്ടുകാരന്റെ ഒന്നാമത്തെ ക്വാളിറ്റി അൽ അഖൽ, ബുദ്ധിമാനായിരിക്കണം അയാൾ. 2, നമ്മുടെ സുഹൃത്തിനുണ്ടാവേണ്ട രണ്ടാമത്തെ ക്വാളിറ്റി ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവിയായിരിക്കണം. എന്താണ് സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ? ദേഷ്യം പിടിച്ചാൽ എന്തേലും ചെയ്യുന്ന ഒരാളാവരുത്. ദേഷ്യം പിടിക്കുമ്പോഴേക്ക് എന്തേലും ചെയ്യുന്ന ആളാവരുത്. അയാളല്ല നിന്റെ കൂട്ടുകാരനാവേണ്ടത്, നല്ല സ്വഭാവമുള്ള ആളാണ്. ഗസാലി ഇമാം റഹിമഹുള്ള വിശദീകരിക്കുകയാണ്, മൂന്നാമതൊരു കൂട്ടുകാരന് വേണ്ട ക്വാളിറ്റി എന്താ? അയാൾ സ്വാലിഹാവണം. എന്താണ് സ്വാലിഹ് എന്ന് പറഞ്ഞാൽ? ഒരാൾ സ്വാലിഹാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അള്ളാഹിനോടും അള്ളാഹുവിന്റെ സൃഷ്ടികളോടും നല്ല പെരുമാറ്റം ഉള്ളയാൾ, അയാളാണ് സ്വാലിഹ്. അള്ളാഹിനോട് നല്ല ഇബാദത്തുണ്ട്, പക്ഷെ ഉമ്മാനെ കണ്ടൂടാ, ഉപ്പാനെ കണ്ടൂടാ, മറ്റുള്ളവരോട് മര്യാദയ്ക്ക് പെരുമാറുന്നില്ല, അതുപോരാ. അതുകൊണ്ടല്ലേ പൂച്ചനെ കെട്ടിയിട്ട പെണ്ണ് നിസ്കരിക്കുന്ന പെണ്ണെന്നായിരുന്നു, പക്ഷെ നരകത്തിലെത്തിയില്ലേ? സ്വാലിഹാവണം, സ്വാലിഹാവണം. നമ്മുടെ കൂട്ടുകാർ മുഴുവനും സ്വാലിഹീങ്ങളാവണം. നാലാമത്തത് അല്ലായക്കൂന ഹരീസൻ അല ദുനിയ, അയാളെ ദുനിയാവിൽ അലച്ചുള്ള ആളാവരുത്. അങ്ങനെ പറഞ്ഞാൽ ദുനിയാവ് കിട്ടണം, ദുനിയാവ് കിട്ടണം, ദുനിയാവ് കിട്ടണം, അങ്ങനെ ചിന്തിക്കുന്ന ആള് നിന്റെ കൂട്ടുകാരനായാൽ നിന്നെ അടക്കം അയാൾ വിറ്റിട്ട് പോകും. നിന്നെ എപ്പോഴെങ്കിലും അയാൾ പറ്റിക്കും, അതാ പ്രശ്നം. നിന്നെയും അയാൾക്ക് പറ്റിക്കാൻ പേടി ഒരിക്കലും ഉണ്ടാവില്ല, ഒരിക്കലും പേടി ഉണ്ടാവില്ല. നിന്നെ പറ്റിക്കാൻ അയാൾക്ക് ഒരു നിലക്കും പേടി ഉണ്ടാവില്ല. അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. അല്ലാ യകൂന ഹരീസൻ അല ദുനിയ. അഞ്ചാമത്തത് കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. അഞ്ചാമത്തത് അസ്വിദ്ഖ്, നിന്റെ കൂട്ടുകാരൻ സത്യസന്ധനാവണം. നിന്നെ വഞ്ചിക്കുന്ന ആളാവരുത്, നിന്നെ പറ്റിക്കുന്ന ആളാവരുത്, നിന്നെ ഏതെങ്കിലും കുടുക്കിൽ പെടുത്തുന്ന ആളാവരുത്. നീ ആ ബിസിനസ്സിൽ കൊടുക്കണം എന്ന് ചിന്തിച്ച് ഉള്ള പണം മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുന്ന ആളാവരുത്. സത്യസന്ധനാവണം, വഞ്ചകനാവരുത്. ഈ 5 ക്വാളിറ്റിയുള്ള കൂട്ടുകാരനെ നിനക്ക് കിട്ടിയോ എങ്കിൽ നിന്റെ ദുനിയാവും ആഖിറും വിജയിക്കും. അൽ മർഉ അല ദീനി ഖലീലി ഫല്യൻദുർ അഹദുക്കും മൻ യുഖാലിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്വന്തം ഇബ്ലീസ് ആവരുത്. 1. 2, ആർക്ക് ഇബ്ലീസിന്റെ പണി എടുക്കരുത്. 2, 3, ഇബ്ലീസിന്റെ സ്വഭാവമുള്ളവരോടൊപ്പം കൂട്ടുകൂടരുത്. അള്ളാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കട്ടെ. അള്ളാഹുവിൻ്റെ വഴിയിൽ സഞ്ചരിക്കുമ്പോൾ, അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ നമ്മൾ യാത്ര നടത്തുമ്പോൾ, ഇടയിൽ നമ്മളെ വഴിയിൽ നിന്ന് തെറ്റിക്കുന്നവരെ പരിചയപ്പെടുത്തുമ്പോൾ, ഇബ്ലീസിനെ പരിചയപ്പെടുത്തുമ്പോഴാണ് ഇതെല്ലാം പറഞ്ഞത്. വേറെയും ശത്രുക്കൾ ഇബ്ലീസ് സഹായിച്ചിട്ടും അവരുടെ സഹായം കൊണ്ട് ഇബ്ലീസ് കയറിയിട്ടൊക്കെ ചതി നടത്തുന്നവരുണ്ട്. അവരെ കുറിച്ചാണ് ബൂസൂരി ഇമാം വഖാലിഫിൻ നഫ്സ വശൈത്വാന വഅസ്ഹിമാ എന്നൊക്കെ പറഞ്ഞത്. അള്ളാഹു നമ്മളെ എല്ലാവരെയും സ്വീകരിക്കട്ടെ. അള്ളാഹുവേ നീ കബൂലാക്കണേ റഹ്മാനെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ.
اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا محمد. അള്ളാഹുവേ, നമ്മുടെ മജ്ലിസ് നീ സ്വീകരിക്കണേ റഹ്മാനെ. തെറ്റുകുറ്റങ്ങളെല്ലാം പുറത്തു തരണേ റഹ്മാനെ. ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും ബറക്കത്ത് നൽകണേ റഹ്മാനെ. നീ ഇഷ്ടപ്പെട്ട അടിമകളിൽ പെടുത്തണേ അല്ലാ. നമ്മുടെ ഖൽബ് സലീമാക്കണേ റഹ്മാനെ. ഹജ്ജ് ഉംറക്ക് തൗഫീഖ് നൽകണേ അല്ലാ. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. അല്ലാഹുവേ, റമളാൻ അനുകൂലമാക്കണേ റഹ്മാനെ. മരണപ്പെട്ടവരുടെ ഖബർ സ്വർഗമാക്കണേ അല്ലാ. ജീവിച്ചിരിപ്പുള്ള മാതാപിതാക്കൾക്ക് ദീർഘായുസ് ആഫിയത്ത് നൽകണേ റഹ്മാനെ. നമ്മുടെ ഖൽബ് നന്നാക്കി തരണേ അല്ലാ. ആരോടും വെറുപ്പ് വിദ്വേഷമില്ലാത്ത ഖൽബാക്കണേ റഹ്മാനെ. ഇവിടെ വന്ന ഓരോരുത്തരുടെയും മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നീ പൂർത്തിയാക്കി കൊടുക്കണേ റഹ്മാനെ. ഈ പള്ളി കമ്മിറ്റി ഭാരവാഹികൾ, പരിപാടിയുടെ സംഘാടകർ, ഉസ്താദുമാർ എല്ലാവർക്കും ഖൈറുകൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. ദുആ കൊണ്ട് പറഞ്ഞവരുണ്ട്, ഇന്ന് വീട്ടിൽ ഭക്ഷണം ഒരുക്കിയവരുണ്ട്. എല്ലാവർക്കും നീ ഖൈർ ബർക്കത്ത് പ്രദാനം ചെയ്യണേ റഹ്മാനെ. അവസാനം മരിക്കുന്ന സമയത്ത് കാമില ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി സന്തോഷത്തോടെ മൗത്താവാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. ബിഫളലി സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا رب.